തോട്ടില്ല സ്നാനപ്പെടുത്തുന്നു. വമ്പം പരിപാടി. ഇന്ന് ആരും അറിയാതെ പോലെ കോട്ടയം സ്വിമ്മിംഗ് പൂളിൽ പോയി ഒന്നുമല്ല, പബ്ലിക് ആയിട്ടുള്ള സ്നാനമാണ്. സ്തോത്രം. ഭയങ്കര ഉത്സവം പോലെ. സ്തോത്രം. സ്നാപകൻ ഫ്രണ്ടിൽ നടക്കും, സ്നാനപ്പെടുന്നവർ പറയാൻ നടക്കും, അതിനെ പുറകെ സഭ നടക്കും, ടമ്പറൊക്കെ അടിച്ച് ജയം ജയം ഹല്ലേലൂയ, ഭയങ്കര ഉത്സവം അവർക്ക്. സ്തോത്രം. അങ്ങനെ കൊട്ടാരക്കര പുലമൺ തോടിന്റെ താഴെ പിരിച്ചു. സ്തോത്രം. സ്നാനപ്പെടുത്താൻ വേണ്ടി പാസ് ആദ്യം കടവിലിറങ്ങി. ഇന്നത്തെ പോലെ ചാടിക്കുത്തി കയറി രണ്ട് സ്നാനം നടത്തി അങ്ങ് തിരിച്ചു കയറി പോവുകയല്ല. അവിടെ കാളെ കുളിപ്പിക്കാൻ വന്നവനുണ്ട്, വണ്ടി കഴുകാൻ വന്നവനുണ്ട്. ഇവരൊക്കെ പാസ് സുവിശേഷ യോഗം അങ്ങ് പ്രസംഗിക്കും. സ്തോത്രം. പ്രസംഗം കഴിഞ്ഞിട്ട് പാസ് ഓരോരുത്തരെ സ്നാനക്കടവിലേക്ക് ഇറക്കി നിർത്തും. ഒന്ന് എഴുന്നേറ്റ് വന്നേ മക്കളെ, ഒരാൾ വന്നേ, ഓടിവാ. ആരെങ്കിലും ഒരാൾ വന്നു ഒരു കാര്യം കാണിക്കണം, ഓടിവാ. വാ ഓടിവാ. ഞാൻ ചുമ്മാ ഒന്നുമല്ല കയറി വന്നു. ഇവ നാളെ വേദി കയറണവൻ ഒരു സ്വത്രം പറഞ്ഞാട്ടെ. സ്വത്രം തന്നെ സ്നാനപ്പെട്ടേന്നോ? അപ്പൊ ഒരു ഡെമോൺസ്ട്രേഷൻ ആയിക്കോട്ടെ. സ്നാനപ്പെടുന്ന ഇയാളെ ഇങ്ങനെ പിടിച്ചു നിർത്തും. പാസ്റ്റർ സുവിശേഷമൊക്കെ പ്രസംഗിക്കും. എന്നിട്ട് ഇവരോട് ചോദിക്കുന്ന 3-4 ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളൊക്കെ പ്രസക്തിയുള്ള ചോദ്യങ്ങളാണ്. ചോദ്യം ശ്രദ്ധിച്ച് കേൾക്കണം. മക്കളുടെ പേരെന്നായിരുന്നല്ലോ? ആൽബിൻ. ഓക്കെ. ആൽബിൻ എന്ന് പറയുന്ന ഞങ്ങളുടെ സഹോദരനോട് ഞാൻ ചോദിക്കുന്നു, സ്നാപകൻ ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം. ഇന്നേക്ക് 2024 വർഷങ്ങൾക്ക് മുമ്പ് ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് 33 തിരുവയസ്സ് വരെ ജീവിച്ച് 3.5 കൊല്ലം ശുശ്രൂഷയുടെ നടുവിൽ രോഗങ്ങളെ സൗഖ്യമാക്കി, ഭൂതങ്ങളെ പുറത്താക്കി. എന്തിനു പറയണം, മരിച്ചവരെ പോലും ഉയർത്തെഴുന്നേൽപ്പിച്ചു. അതിനൊടുവിൽ 33 തിരുവയസ്സിനകത്ത് കാൽവരി ക്രൂശിന്റെ പച്ചപ്പൈ മരക്രൂശിനകത്ത് മരിച്ചു. പാലസ്തീന്റെ പച്ച മണ്ണിനകത്ത് 24 ടൈപ്പ് വിഷമുള്ളപ്പോ അതിനകത്ത് ഏറ്റവും വിഷം കൂടിയ മുള്ള് തമ്പുരാന്റെ ശിരസിൽ കിരീടമായി വെച്ച് മെനഞ്ഞ് അങ്ങനെ യേശുവിനെ ക്രൂശിച്ച് ശരീരത്തിന് ഉച്ച മുതൽ ഉള്ളങ്കാൽ വരെ രക്തം വാർന്നൊലിച്ച് കാൽവരി ക്രൂശിനകത്ത് പിടഞ്ഞു മരിച്ച കർത്താവായ യേശു ആമൻ കല്ലറയിൽ അടക്കപ്പെട്ടു. എന്നാൽ താൻ വാക്ക് പറഞ്ഞതുപോലെ, വാഗ്ദത്തം ചെയ്തതുപോലെ 3-ാം ദിവസം കല്ലറകളെ പൊട്ടിച്ച് ഉയർത്തെഴുന്നേറ്റ് വന്ന് പിതാവിന്റെ വലതു ഭാഗത്ത് പോയിരിക്കുന്ന ശ്രീ യേശു കർത്താവ്, ആ യേശു തന്നെ സ്നേഹിക്കുന്ന, താൻ സ്നേഹിക്കുന്ന തന്റെ സഭയാകുന്ന കാന്തയെ വീണ്ടും ചേർക്കാൻ വരാമെന്ന് പറഞ്ഞ ശ്രീ യേശുവിനെ നീ നിന്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നു? അന്നല്ല, സ്വീകരിക്കുന്നു എന്ന് പറയുമ്പോ സ്വീകരിക്കുന്നവരെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ വെള്ളത്തിൽ മുഴുകൽ സ്നാനം, ഞാൻ അതൊന്നും ഇറങ്ങി പറയട്ടെ, മുഴുകൽ സ്നാനപ്പെടുത്തണമെന്നുള്ളത് വേദപുസ്തകത്തിന്റെ വ്യവസ്ഥയാകിയാലും അപ്പോസ്തലന്മാരുടെ ഉപദേശമാകിയാലും ഈ സഭയാകുന്ന കാന്തയെ സാക്ഷി നിർത്തിയും അസംഖ്യം ദൈവദൂതന്മാരെ സാക്ഷി നിർത്തിയും ആൽബിൻ എന്ന് പറയുന്ന ഞങ്ങളുടെ ഈ സഹോദരൻ ഞാൻ ഈ വെള്ളത്തിനകത്ത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ മാമോദിസ മുക്കുന്നു. ബലം പിടിക്കാതടാ. ഇങ്ങനെ മുക്കിപ്പോകുമ്പോ ഒരു പരിപാടി നടന്നു. എന്നാന്നറിയാമോ? ആൽബിൻ എന്ന് പറയുന്നത് ഞങ്ങളുടെ പഴയ മോനങ്ങ് മരിച്ചുപോയി. അമ്മാമേ ഉയർത്തെഴുന്നേറ്റ് വന്നത് ആരാന്നറിയാമോ? പുതിയൊരു ആൽബിന. സ്തോത്രം. ഇങ്ങനെ 4 കുഞ്ഞുങ്ങളെ സ്നാനപ്പെടുത്തി പാസ്റ്റർ അവസാനം പറയുന്ന ഒരു വാക്കുണ്ട്, മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ അവൻ ജീവകിരീടം നിനക്കായിട്ട് തരും. എന്നിട്ട് ഇവനെ കയറ്റിവിടും. നനഞ്ഞ ഡ്രസ്സുമായിട്ട് ഇവൻ കയറിപ്പോവും. അപ്പൊ നമ്മളൊരു പാട്ട് പാടും, ആരിതാ വാരുന്ന ആരിത. ഭയങ്കര പാട്ടൊക്കെയാണ്. സ്തോത്രം. ഇങ്ങനെ 4 സ്നാനങ്ങൾ കഴിഞ്ഞിട്ട് അവസാന സ്നാപകൻ ചോദിക്കുന്ന ഒരു ചോദ്യം, അതെല്ലായിടത്തും ചോദിക്കും, ഇവിടെ ചോദിക്കുന്നല്ല ചിന്ത. സ്നാപകൻ ചോദിക്കുന്ന അവസാനത്തെ ചോദ്യം ചെവി തുറന്ന് കേട്ടോണം. ഈ കൂട്ടത്തിൽ നിൽക്കുന്ന മഹാജനത്തോട് ഞാൻ ചോദിക്കുന്നു, ഇത് ദൈവത്തിന്റെ കൽപ്പനയാണെന്നൊരു ബോധ്യം നിങ്ങളുടെ അകത്ത് ഭരിക്കുന്നെങ്കിൽ ജഡരക്തങ്ങളോടാകട്ടെ മാംസരക്തങ്ങളോടാകട്ടെ ആലോചന ചോദിക്കാതെ തന്റെ ഇടത്തോടെ നിങ്ങൾക്ക് ഈ വെള്ളത്തിലേക്ക് ഇറങ്ങി വരാം എന്ന് പറഞ്ഞ് പാസ്റ്റർ ആശീർവാദം പറയും. അങ്ങനെ ആരും പോവാറില്ല. സ്തോത്രം. ഇവിടെ സ്നാനക്കടവിൽ നിൽക്കുന്ന പാസ്റ്റർ ചോദിച്ചു, ഈ കൂടി നിൽക്കുന്ന ജനസമൂഹത്തോട് ഞാൻ ചോദിക്കുന്നു, ഇത് ദൈവത്തിന്റെ കൽപ്പനയാണെന്നൊരു ബോധ്യം നിങ്ങളുടെ അകത്ത് ഭരിക്കുന്നെങ്കിൽ ജഡരക്തങ്ങളോടോ മാംസരക്തങ്ങളോടോ ആലോചന ചോദിക്കാതെ തന്റെ ഇടത്തോടെ ഈ വെള്ളത്തിലോട്ട് ഇറങ്ങി വരാം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അപ്പൻ അങ്ങ് ഇറങ്ങി ചെന്നൊരു സ്തോത്രം പറഞ്ഞാട്ടെ. പാസ്റ്റർ ചോദിച്ചു, അർജുനൻകുട്ടി കുളിക്കാൻ വന്നതാണോ? അല്ല, സ്നാനപ്പെടാൻ വന്നതാ. സ്തോത്രം. അത് കഴിഞ്ഞ ആഴ്ച ചീട്ട് കളിക്കാൻ കോറന്തയ്ക്കാതെ ഇങ്ങോട്ട് വന്നിരുന്നപ്പോൾ ആരാധന ഒറ്റ ദിവസമല്ല, ഇത് അങ്ങനെ പോരാ, ഇതിന് കുറച്ച് ക്ലാസ് ഒക്കെ ഉണ്ട്. അപ്പം പറഞ്ഞു, എനിക്ക് സ്നാനപ്പെടണം. കഴിഞ്ഞ ഒരാഴ്ചയായിട്ടുള്ള മനസ്സിലുള്ള ചോദ്യം എങ്ങനെ സ്വർഗത്ത് പോകാമെന്നാ. ഇതായിരുന്നു ഇതിന്റെ പരിപാടിയല്ലേ, എന്നാൽ എനിക്ക് സ്നാനപ്പെടണം. അപ്പൊ കൂടിയിരിക്കുന്ന മൂപ്പന്മാര് കൃപയുള്ളവർ പറഞ്ഞു, എന്റെ പൊന്നു പാസ്റ്ററെ, ഒരാത്മാവിന്റെ വിലയല്ലേ. ആ മനുഷ്യൻ ഇന്ന് മരിച്ചുപോയ പാസ്റ്റർ വില പറയൂ. പുള്ളിക്ക് അങ്ങ് ടെൻഷനുമായി. പുള്ളി അവസാനം ഒരു കാര്യം ചെയ്തു, 1/2 മണിക്കൂർ ആ വെള്ളത്തിൽ വെച്ച് ഗ്ലാസ് എടുത്തിട്ട് എൻ്റെ അപ്പനെ സ്നാനപ്പെടുത്തുന്നത്. സ്നാനപ്പെട്ട് കയറിയപ്പോൾ എൻ്റെ അപ്പൻ്റെ കാര്യം മനസ്സിലാകുന്നത്, എല്ലാവർക്കും ഇവിടെ ഒരു ചൂടി ഡ്രസ്സും ഉണ്ട്, എൻ്റെ അപ്പൻ അതും എടുത്തിട്ടില്ല. ഒരു സ്വതന്ത്രം പറഞ്ഞാട്ടെ എന്ന് വെച്ചാൽ പ്രീ പ്ലാൻ ഒന്നും ഇല്ലായിരുന്നു. വെച്ചാൽ ഇന്ന് രാത്രിയിലെ പടച്ച തമ്പുരാൻ നിന്റെ ഹൃദയത്തോട് ഇടപെടുന്നെങ്കിൽ സാഹചര്യം ഒന്നും നോക്കണ്ടതേ, സ്നാനത്തൊട്ടി റെഡിയാ. സ്നാനപ്പെടാൻ അഭിഷക്തന്മാർ പുറകിലുണ്ട്. ഇന്ന് രാത്രി മനസ്സുകൊണ്ടൊരു തീരുമാനമെടുക്കാമെങ്കിൽ ആത്മാവ് ജീവൻ രക്ഷ പ്രാപിക്കുന്നൊരു ദൂത് ഞാൻ പറയാ. സ്നാനത്തിനകത്ത് നീ മുങ്ങിപ്പോകുമ്പോ യേശുവിന്റെ മരണത്തിന്റെ പങ്കാളിത്തം നീ സ്വീകരിക്കുക. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുക. ഇതെൻ്റെ അപ്പൻ്റെ സാക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ അത് പറയാനല്ല വന്നത്, എൻ്റെ മാതാവിൻ്റെ സാക്ഷ്യം പറയാനാണ് ഞാൻ വന്നത്. സ്തോത്രം.
അപ്പൊ ഹിന്ദു വിശ്വാസപ്രകാരം ശാപം പിടിച്ച് കിടക്കുന്ന ഈ സ്ഥലം, ശാപത്തിന്റെ സ്ഥലം, ശാപം പിടിച്ച് മടക്കുന്ന മണ്ണ്, ഈ സ്ഥലത്തിനകത്ത് ആമസ്തോത്രം വീട് പണിയാൻ എൻ്റെ അപ്പൻ തൻ്റെ ഇടത്തോടെ ആരംഭിച്ചു. ശാപം ഒരു ഭാഗത്ത് കിടക്കുക, ശാപനുകം ഒരു ഭാഗത്ത് കിടക്കുക, ശാപനുകം. പക്ഷെ എൻ്റെ അപ്പൻ വീട് പണിയാൻ ആരംഭിച്ചു. വീടിന്റെ പണിയുടെ തുടക്ക സമയത്ത് ഈ ട്രിവാൻഡ്രം പട്ടണത്തിൽ നിന്ന് പണിയാൻ വന്നൊരു ഗ്രൂപ്പ്, കൂട്ടത്തിൽ 36 വയസ്സുള്ള ചെറുപ്പക്കാരനുണ്ട്. അവൻ ആ പണിയുടെ നേതൃസ്ഥാനത്തിനകത്ത് നിൽക്കുന്നവൻ. സ്തോത്രം. പെട്ടെന്ന് ഈ മനുഷ്യൻ കുഴഞ്ഞു വീണ സ്ഥലത്ത് ഈ മനുഷ്യൻ മരിച്ചു. നാട്ടിനകത്തൊരു പാട്ട് പറഞ്ഞു, അർജുനൻകുട്ടിയുടെ കുടുംബം ശാപത്തിന്റെ സ്ഥലമാണ്. അതെന്നാ, പണി ചെയ്യാൻ വന്നവൻ മരിച്ചെന്നേ, അടുക്കി ചില അനർത്ഥങ്ങൾ ഉണ്ടാകുമ്പോൾ നാട്ടുകാർക്ക് ഒരു ആശങ്ക വരും, നിന്റെ വീട് ശാപമാണോന്ന്. എന്നാൽ ഇന്ന് രാത്രി ഞാൻ പറയാം, അത് ശാപമല്ല. അതിന്റെ നടുവിൽ യേശു ജീവനുള്ളവനെന്ന് തെളിയിക്കാൻ നിന്നെ വലിച്ച് പെന്തക്കോസിനകത്ത് കൊണ്ടുവരാൻ തമ്പുരാനിടുന്നൊരു മുഖാന്തരം അത് മനസ്സിലാകുന്നവർക്കായി സ്തോത്രം പറയുക. അങ്ങനെ വീടിനകത്ത് ആ കണ്ട മരണം, ആപ്പാറുടെ ഡെഡ് ബോഡിയുമായി എൻ്റെ അപ്പൻ ഈ ട്രിവാൻഡ്രത്ത് വന്നു. ഇവിടെ പ്രശ്നങ്ങളൊക്കെ ആരംഭിച്ചു. ദീർഘനാളുകൾ പണി മുടങ്ങി കിടന്നു. ഈ നാട്ടുകാർക്ക് മാത്രമുള്ളൊരു ഗുണമുണ്ട്, എന്നാണെന്നറിയാമോ? കുറെ വാർത്തയുടെ പുറകെ അവർ കുറെ നാൾ നടക്കും. പുതിയ വാർത്ത കിട്ടുമ്പോൾ അവർ പഴയത് എന്ത് ചെയ്തോളും, മറന്നു വെക്കോളും. അത് നാട്ടുകാർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ടാലന്റ്, സ്തോത്രം. ഇങ്ങനെ ഞങ്ങളുടെ നാട്ടിൽ പുതിയ വാർത്തകളൊക്കെ വന്നപ്പോൾ ഞങ്ങളുടെ വീടിന്റെ ശാപമൊക്കെ ആൾക്കാർ മറക്കാൻ തുടങ്ങി. ഈ സമയത്ത് അപ്പം പണിയുടെ 2ാം ഘട്ടം ആരംഭിച്ചു, ടോപ്പ് വാർക്കുന്ന സമയം. എൻ്റെ അച്ഛൻ്റെ പെങ്ങളുടെ മകൻ തൊട്ടപ്പുറേ താമസിക്കുന്നുണ്ട്. അച്ചാച്ചൻ എന്ന വയസ്സ് 22. പണി കാണാൻ വേണ്ടി ടോപ്പിലോട്ടൊന്ന് കയറി വന്നത്, വാർത്ത വെച്ചിരിക്കുന്ന ഒരു പില്ലർ ചാരി നിൽക്കുക, എല്ലാം കൂടി ഇടിഞ്ഞു പൊളിഞ്ഞ് താഴേക്ക് വീഴുക. എന്ന് പറയുമ്പോൾ പാവനെ പോലും കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഒരു ടോപ്പ് മൊത്തം ഇടിഞ്ഞ് താഴേക്ക് വീഴുക. രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന 22 വയസ്സുള്ള ചെറുപ്പക്കാരനെ വാരിയെടുത്ത് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകുമ്പോൾ ജീപ്പിനകത്തേക്ക് വാരിയിടുമ്പോൾ അന്ന് ആദ്യമായി എൻ്റെ അപ്പൻ്റെ നേരെ വിരൽ ചൂണ്ടി നാട്ടുകാർ പറഞ്ഞു, അർജുന സാറേ, അന്നോ പറഞ്ഞില്ലേ ഇത് ശാപത്തിന്റെ സ്ഥലമാ സാറേ, ഇത് ശാപത്തിന്റെ ഭൂമിയാ, ഇവിടെ ജീവൻ വാഴത്തില്ല സാറേ, ഇത് മരണത്തിന്റെ വസ്തുവാ. നാട്ടിനകത്ത് കാട്ടുതീ പോലെ ഒരു വാർത്ത പറഞ്ഞു, ഇതാ ശാപത്തിന്റെ സ്ഥലമാ. അവിടെ നിർത്തിക്കൊണ്ട് ഇന്ന് രാത്രി ദേശത്തോടൊരു ദൂത് കൂടെ ഞാൻ പങ്കുവയ്ക്കാം. നമ്മുടെ ഭാവി നിർണ്ണയിക്കുന്ന നാട്ടുകാരല്ലെന്ന് വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം. നമ്മുടെ ഭാവി നിർണ്ണയിക്കുന്ന ജാതകം എഴുതുന്ന ആളല്ല നമ്മുടെ ഭാവി നിർണ്ണയിക്കുന്നത്. ഒരു മന്ത്രവാദിയല്ല നിന്റെ ഭാവി നിർണ്ണയിക്കുന്നത്. ഏതെങ്കിലും ഇതര സംഗതികൾ, കാലാവസ്ഥകളല്ല. ഹൃദയ ഉദരത്തിനകത്തുരുവാകുന്നതിനേക്കാൾ മുമ്പ് എന്നെ കണ്ടൊരു ദൈവമുണ്ട്, എന്നെ വിളിച്ചൊരു ദൈവമുണ്ട്, എന്നെ വേർതിരിച്ചൊരു ദൈവമുണ്ടെന്ന് അകത്തൊരു ബോധ്യമുണ്ടെങ്കിൽ ഇന്ന് രാത്രി പറ, എന്റെ ഭാവിയോ അവന്റെ കരങ്ങളിൽ സുരക്ഷിതമാണ്. സ്തോത്രം. ഇന്ന് രാത്രി ഞാനൊരു പദം കൂടെ ഇറങ്ങി പറയാം. ഇത്രയും പറഞ്ഞില്ലേ, എന്റെ സാക്ഷ്യം കൂടെ പറയാം. സ്തോത്രം. അതും കൂടെ പറയാനുള്ള സമയം കിട്ടുന്നു. ഇനി എന്നെ വിളിക്കുക വെച്ചാ ഓക്കെ. സ്തോത്രം. അത്രയും കൂടെ പറഞ്ഞങ്ങ് പ്രാർത്ഥിക്കാം. സ്തോത്രം. ഞാൻ എൻ്റെ അമ്മയുടെ ഉദരത്തിനൊക്കെ തുരുവായിരിക്കുമ്പോൾ നമ്മുടെ ഭാവി നിറയ്ക്കുന്ന പപ്പയും മമ്മിയല്ല. ഒരു സ്വത്രം പറഞ്ഞാട്ടെ, അല്ല 9 മാസം ഉദരത്തിൽ കൊണ്ടു നടന്ന് വേദനയോടെ പേറി പ്രസവിക്കുന്ന ഒരു തലമുറ. ആ തലമുറയ്ക്ക് ഒരു മമ്മി ജന്മം കൊടുക്കുമ്പോൾ 167 അസ്ഥികൾ ഒരുമിച്ചൊടിയുമ്പോഴുള്ള വേദനയാണ് പ്രസവ സമയത്ത് എടുക്കുന്നത്. സ്തോത്രം. ഞങ്ങളുടെ മമ്മിമാരൊക്കെ ആശങ്കയോടെ തന്നെ നോക്കുന്നു. അത്രയും വേദന സഹിച്ചാണോ ഭാഷ ഞാൻ എൻ്റെ കൊച്ചിന്? മാമേ, 167 അസ്ഥികൾ ഒരുമിച്ചൊടിയുമ്പോഴുള്ള വേദനയാ പ്രസവ സമയത്ത് ഒരു മമ്മി എടുക്കുന്നത്. സ്തോത്രം. ഇങ്ങനെ വേദന എടുത്തൊരു മമ്മി ഒരു കുഞ്ഞിനെ പേറി പ്രസവിക്കുമ്പോൾ നിങ്ങൾ ചോദിക്കുക, ഇത്രയും വേദന സഹിച്ച് എൻ്റെ കൊച്ചിന് ഞാൻ ജന്മം കൊടുത്തല്ലേ, എൻ്റെ കൊച്ചിൻ്റെ ഭാവി ഞാൻ നിർണ്ണയിച്ചോട്ടെ എന്ന് ചോദിച്ചാൽ പോലും സ്വർഗത്തിൽ ദൈവം പറയും, നിന്റെ കുഞ്ഞിൻ്റെ ഭാവി നീ പോലും നിർണ്ണയിക്കേണ്ട, ഞാനത് നിർണ്ണയിച്ചു വെച്ചിരിക്കുക. എൻ്റെ ഭാവി നിർണ്ണയിക്കേണ്ടതിൽ അപ്പനും അമ്മയുമായിരുന്നെങ്കിൽ ഇന്ന് രാത്രിയിലെ യോഗത്തിൽ പ്രസംഗിക്കാൻ ഞാൻ ഉണ്ടാകിയല്ല. കാരണം എൻ്റെ അമ്മയുടെ ഉദരത്തിനകത്ത് ഞാൻ 2ാം മാസം കിടക്കുമ്പോൾ എൻ്റെ അമ്മ അറിഞ്ഞത് അകത്തൊരു ജീവൻ തുടിക്കുന്നുണ്ട്. സ്തോത്രം. പക്ഷേ എന്നെ ജനിപ്പിക്കാൻ എൻ്റെ അപ്പനും അമ്മയ്ക്ക് ഇഷ്ടമല്ല. അതെന്നറിയാമോ? ഞാനും കൂടെ ജനിച്ചാൽ എന്നെ കൂടെ വളർത്താൻ ഒരു സാഹചര്യം എൻ്റെ വീടിനകത്ത് തന്നില്ല. ദാരിദ്ര്യം കൊടികുത്തി വാടുന്ന കാലം. എനിക്ക് മുമ്പ് ഒരാളുണ്ട്, അതെൻ്റെ ചേച്ചിയാ. ഇനി ഞാനും കൂടെ ജനിച്ചാൽ എന്നൊക്കെ അമ്മയും സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാക്കും. എന്നെ പഠിപ്പിക്കണ്ടേ, എനിക്ക് വല്ലതും മേടിച്ചു തരണ്ടേ, എന്നെ സ്കൂളിൽ വിടണ്ടേ, ചെലവുള്ള പരിപാടിയല്ലേ. അതുകൊണ്ട് എൻ്റെ അമ്മ തീരുമാനിച്ചു എന്നെ അബോർഷൻ ചെയ്ത് കളയാം. പക്ഷെ പ്രശ്നം എന്നാണെന്നറിയാമോ? അബോർഷൻ ചെയ്യണമെങ്കിൽ കൈ പൈസ വേണമെന്നേ. ആ സമയത്ത് എൻ്റെ അമ്മ ഒരു കുറുക്ക് ബുദ്ധി ചിന്തിച്ചു. ഇതാണൊക്കെ വലിയ കയ്യാലയുടെ മണ്ടയ്ക്ക് എൻ്റെ അമ്മ കയറി നിൽക്കും. 2ാം മാസം വലിയ കയ്യിലെന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലായോ? വലിയ തിട്ടയുടെ മണ്ടയ്ക്ക് കയറി നിൽക്കും. എന്നിട്ട് 3, 2, 1 എന്നൊക്കെ പറഞ്ഞ അമ്മ താഴോട്ടങ്ങ് എടുത്ത് ചാടും. ഞാനങ്ങ് ചാകുന്നെങ്കിൽ ചാകട്ടെ, എന്നിട്ട് ഞാൻ ചത്തില്ല അമ്മ. ഒരു സ്വത്രം പറഞ്ഞാട്ടെ. സ്തോത്രം. അവസാനം അമ്മയോട് ആരോ പറഞ്ഞു, കപ്പയ്ക്ക ജ്യൂസ് കലക്കി കുടിച്ചാൽ മതി, കൊച്ചു കലക്കി പൊക്കോളൂ. കിലോ കണക്കിന് കപ്പയ്ക്ക് മേടിച്ച് തച്ചിരുന്ന് എൻ്റെ അമ്മ ജ്യൂസ് അടിച്ച് കുടിക്കാൻ തുടങ്ങി. കുടിക്കുന്നതോറും ഞാൻ പുഷ്ടി പ്രാപിക്കുന്നല്ലാതെ കലങ്ങി പോകുന്നില്ല. സ്തോത്രം. ഒരു ഗതിയും പരഗതിയില്ലെന്ന് കണ്ടപ്പോൾ കൊല്ലത്തൊരു ഹോസ്പിറ്റൽ ഡോക്ടറെ പോയി. ഞാൻ ഇന്ന് രാത്രി അവിടെ നിർത്തി ഒരു ദൂത് പറയാം, നിന്റെ സന്തതിയെ വാക്തത്വ സന്തതിയാണെങ്കിൽ അവനെ തൊടാൻ ഒരു ഫറവോനി ശക്തിക്കും ദൈവം വിട്ടുകൊടുക്കത്തില്ല, ഒരു ഹെരോദ മണ്ഡലത്തിനും ദൈവം വിട്ടുകൊടുക്കും. യേശുവിൽ ഒന്ന് കയറി വരാമോ? കർത്താവ് നിങ്ങളുടെ ഹൃദയത്തെ ഭരിക്കാമോ? ഇന്ന് രാത്രി ദേശമേ, നിന്റെ തലമുറയുടെ ഭാവി ദൈവകരങ്ങളിൽ സുരക്ഷിതമായിരിക്കും. ഇന്ന് രാത്രി അത് കടങ്കഥയൊന്നുമല്ല, എൻ്റെ അനുഭവത്തെ എന്ന് ഞാൻ പറയാം. ഒരുത്തൻ യേശുവിലായാൽ അവന്റെ തലമുറയുടെ ഭാവി ദൈവം നോക്കിക്കൊള്ളും. സ്തോത്രം. ആ സമയത്ത് എൻ്റെ അമ്മ എന്തെല്ലാം ശ്രമിച്ചിട്ടും അത് നടക്കുന്നില്ല, അബോർഷൻ ചെയ്യുന്നില്ല. അവസാനം കൊല്ലത്തൊരു ഹോസ്പിറ്റലിൽ ഡോക്ടറെ പോയി കണ്ടു. ആമ കിട്ടിയ പൈസ എല്ലാം കടം മേടിച്ചു. അവിടെ ചെന്ന് കണ്ടിട്ട്, സാറേ
ഉദരത്തിനകത്തൊരു കൊച്ചുണ്ട്, ഞങ്ങൾക്ക് വേണ്ട, അബോഷം വേണം. നിയമങ്ങളൊന്നും ഇത്ര കർക്കശമല്ല. ഡോക്ടർ പറഞ്ഞു കാര്യം എന്നാ, കാര്യം പറ, റീസൺ ഉണ്ടല്ലോ, റീസൺ പറ. അമ്മ പറഞ്ഞതേ ഞങ്ങളിപ്പോൾ അതിനെ പ്രിപ്പയർഡ് അല്ല. അത് മാത്രമല്ല ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് അതിന് ബുദ്ധിമുട്ടുണ്ട്. ഇതും കൂടെ ജനിച്ചാൽ ഇതിനെ നോക്കാൻ ഇപ്പോൾ ഒരു പ്രാപ്തി ഞങ്ങൾക്കില്ല. അന്ന് നിയമങ്ങൾ ഇത്രയും കർക്കശമല്ലാത്തതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്ക് വേണ്ടെങ്കിൽ പിന്നെ എനിക്കാണോ ആവശ്യം, തീർത്ത് കളയാന്ന് ഒരു ഇഞ്ചക്ഷൻ കൊടുത്തു, കുറെ ടാബ്ലറ്റ് കൊടുത്തു, ഹോസ്പിറ്റലിനകത്ത് റൂമും കൂടെ കൊടുത്തിട്ട് പറഞ്ഞു ഇന്ന് വൈകിട്ട് ഹോസ്പിറ്റൽ റൂമിനകത്ത് കിടക്കും, നാളെ രാവിലെ ഞാൻ അബോഷനുള്ള കാര്യങ്ങൾ ക്രമീകരിക്കും. അന്ന് രാത്രി ആ ഡോക്ടർ അങ്ങ് തിരിച്ചു വീട്ടിൽ പോയി. ഇനി പിറ്റേന്ന് വന്ന ഡോക്ടർ പറഞ്ഞൊരു വാക്ക് എന്നാണെന്നറിയാമോ? എൻ്റെ അമ്മയോട് ആ ഡോക്ടർ പറയാണ്, ഇന്നലെ രാത്രിയിൽ ഞാൻ പോയി കിടന്നിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റണില്ല, എനിക്ക് സ്വസ്ഥത കിട്ടുന്നില്ലെന്ന്. സ്തോത്രം. ഉദരത്തിൽ കിടക്കുന്ന എന്നെ കാണാത്ത ഡോക്ടർക്ക് സ്വസ്ഥത കൊടുക്കാത്തത് ആരാച്ചാ? അവനെ ഇന്ന് രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന മനസ്സിലാകുന്നവർക്കായി സ്തോത്രം പറയുക. പിറ്റേന്ന് വന്നിട്ട് ദൈവത്തിന്റെ പ്രതിനിധിയായി നിന്നുകൊണ്ട് ഡോക്ടർ എൻ്റെ മാതാവിനെ കൗൺസിൽ ചെയ്യുക. കുഞ്ഞുങ്ങളെന്നൊക്കെ പറയുന്ന ദൈവത്തിന്റെ ദാനങ്ങളല്ലയോ? സ്തോത്രം. ക്രിസ്ത്യാനിയായിരിക്കുന്ന ഡോക്ടർ പറയുക കുഞ്ഞുങ്ങൾ ദൈവത്തിന്റെ ദാനങ്ങൾ, അതുകൊണ്ട് ആമൻ കൊച്ചിനെ നശിപ്പിക്കണം. അമ്മ പറഞ്ഞു സാറിന് ഇതൊക്കെ പറയാം, കൊച്ചു ജനിച്ചാൽ സാമ്പത്തിക പ്രശ്നം എന്നാ, പഠിപ്പിക്കാനുള്ള ബുദ്ധി, ഇവന് ബാഗൊക്കെ മേടിക്കണ്ടേ, ഇവന് പുസ്തകമൊക്കെ മേടിക്കണ്ടേ. അപ്പൊ ഡോക്ടർ ഒരു കുറുക്ക് വഴി പറഞ്ഞു കൊടുത്തു, അതൊരു വിഷയമുള്ള കാര്യമല്ല. അമ്മ പറഞ്ഞു സാറ് തരുമോ പൈസ? ഞാൻ തരികയില്ല. പിന്നെ എങ്ങനെ? ആമൻ സ്തോത്രം. ഇതിന് മുമ്പിട്ട് ഒരാളുണ്ടല്ലോ. അപ്പൊ എന്നാ പറഞ്ഞു ഇതിന് മുമ്പിട്ട് ഒരാളുണ്ട്, ഇതിന്റെ സഹോദരിയാ, ചേച്ചിയാ, എന്നാ പിന്നെ പ്രശ്നമില്ല. അതെന്നാ, എന്തായാലും അവൾക്ക് പുസ്തകം മേടിക്കണം, അടുത്ത വർഷമല്ലേ ഇവന്റെ കൂടെ എത്തുള്ളൂ, ഇതിന് കൂടെ എത്തുള്ളൂ. അങ്ങനാണെങ്കിൽ അവള് പഠിക്കുന്ന പുസ്തകം ഇവന് കൊടുക്കാം, സെക്കൻഡ് ഹാൻഡ്. ഒരു സ്വത്രം പറഞ്ഞാട്ടെ. എന്തായാലും പുതിയ വർഷം അവക്കൊരു ബാഗ് മേടിക്കണം. അപ്പൊ പിന്നെ പഴയ ബാഗ് ഫ്രീ ആയല്ലോ, അത് നമുക്ക് ഇവന് കൊടുക്കാം, സെക്കൻഡ് ഹാൻഡ്. ഒരു സ്വത്രം പറഞ്ഞാട്ടെ. സ്തോത്രം. അങ്ങനെ പലതും പറഞ്ഞ് കൗൺസിൽ ചെയ്ത് എൻ്റെ മാതാവിനെ അവസാനം എൻ്റെ അമ്മയൊരു തീരുമാനം, എന്നാ പിന്നെ ആട്ടെ വരുന്നിടത്ത് വെച്ച് കാണാം. സ്തോത്രം. അബോഷം വേണ്ട എന്നൊരു ചിന്തയിൽ, എന്തായാലും ദാരിദ്ര്യം, ഇന്നൊരു കൊച്ചും കൂടെ വരുന്നിടത്ത് വെച്ച് കാണാം എന്നൊരു ചിന്തയിൽ, അബോഷം വേണ്ട എന്നൊരു ചിന്തയിൽ റൂം വിട്ട് വെക്കേറ്റ് ചെയ്ത് പുറത്തോട്ടിറങ്ങാൻ നേരം ഡോക്ടർ കൈയടിച്ച് വിളിച്ചിട്ട് പറഞ്ഞു ഒരു കൊച്ചു പ്രശ്നമുണ്ട്. എന്നാ? ഇന്നലെ രാത്രി ഒരു ഇഞ്ചക്ഷൻ തന്നില്ലായിരുന്നു? കുറെ ടാബ്ലറ്റ് ഒക്കെ വാരി കഴിച്ചതല്ലേ? അതിന്റെ സൈഡ് എഫക്റ്റ് കൊച്ചിനുണ്ടാകും. അമ്മ ചോദിച്ചു അതെങ്ങനെയാ? അതൊരു കാലിന് നീളം കൂടുതലോ, ഒരു കാലിന് നീളം കുറവോ, അല്ല കണ്ണിന്റെ കാഴ്ചശക്തി, തലയോട്ടി, ബ്രെയിൻ, എന്തെങ്കിലും ഒരു സൈഡ് എഫക്ട് ബൈ ബർത്തിലേ അറിയാൻ പറ്റും. നല്ലോണം നോക്കിയോണം കേട്ടോ. ഇത് രാത്രി യോഗം കഴിഞ്ഞാൽ അങ്ങ് പോകും. സ്തോത്രം. എന്തായാലും ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടാകും. സ്തോത്രം. എൻ്റെ അമ്മ പറയുന്ന സാക്ഷ്യത്തിൽ പറയുന്ന ഒരു വാക്കുണ്ട്, എടാ നീ ജനിക്കുന്നതിനേക്കാൾ മുമ്പ് നിന്നെക്കുറിച്ച് ഞങ്ങൾക്കൊരു ചിന്തയുണ്ടാകുന്നു, ഈ കൊച്ചെന്താകുന്ന. സ്തോത്രം. ഈ കൊച്ചെന്താകും? അത് ബൈബിളിനകത്തൊരു ചോദ്യം. അമ്മേ, യോഹന്നാനെ കാണാൻ വന്ന ബേബി കിറ്റുമായിട്ട് വന്ന നാട്ടുകാർ, മാനേഴ്സ് ഇല്ലാത്ത ജനം, യോഹന്നാനെ ബേബി കിറ്റുമായിട്ട് കാണാൻ വന്ന് കൊച്ചിന് ബേബി കിറ്റും കൊടുത്തിട്ട് ഒരു ഉമ്മയും കൊടുത്തിട്ട് പോകുന്നതിന് പകരം യോഹന്നാനെ കുറിച്ച് നാട്ടുകാരെല്ലാം കൂടെ ചോദിച്ചു ഈ പൈതൽ എന്താകും. സ്തോത്രം. അടുത്ത വാക്ക് എനിക്ക് ഇഷ്ടമാണ്. അവന്റെ അപ്പൻ സെക്കരിയാവ് പരിശുദ്ധാത്മാവി പ്രവചിച്ചു, നീയോ പൈതലേ അത്യുന്നതന്റെ പ്രവാചകൻ എന്ന് വിളി. നാട്ടുകാരെ ബുദ്ധി കൊണ്ടാ ചോദിച്ചു നിന്റെ കൊച്ചിന്റെ ഭാവി എന്താകുമെന്ന്. അഭിഷേകമുള്ള പപ്പായെ ബുദ്ധി കൊണ്ടല്ല മറുപടി പറഞ്ഞത്, ആത്മാവി മറുപടി പറഞ്ഞു, നീ ദൈവത്തിന്റെ പ്രവാചകനായി മാറും. സ്തോത്രം. അങ്ങനെ ഞാൻ എന്താകുന്നൊരു ചിന്തയില്ല. എൻ്റെ അപ്പനും അമ്മയും ഹോസ്പിറ്റൽ റൂമിനകത്ത്, ലേബർ റൂമിനകത്ത് കയറുന്നു. സ്തോത്രം. എൻ്റെ അമ്മ ഇപ്പോഴും സാക്ഷ്യം പറയുമ്പോൾ പറയുന്നൊരു വാക്കുണ്ടാ, ആമ സ്തോത്രം. ആ ലേബർ റൂമിൽ കിടക്കുന്ന എല്ലാ അമ്മമാരും അവരുടെ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുമ്പോൾ അവർ അപ്പൻ അവരെ കാണാൻ വന്ന് വലിയ ലഡുവും ജിലേബിയൊക്കെ മേടിച്ചുകൊണ്ടാണ്. പക്ഷെ നീ ജനിച്ചപ്പോഴോ നിന്റെ അപ്പൻ നിന്നെ കാണാൻ വന്ന് നീളുള്ളൊരു ടേപ്പ് മേടിച്ചുകൊണ്ടാണ്, കാലൊക്കെ അളവ് നോക്കാൻ കൃത്യമാണോ. സ്തോത്രം. കൊച്ചു കാല് പിടിച്ച് വലിച്ചു ഈ മനുഷ്യൻ അളവ് നോക്കിയപ്പോൾ നേഴ്സ് നോക്കി ഈ മനുഷ്യൻ ഈ കൊച്ചിൻ്റെ കാല് പിടിച്ച് എന്നാ ചെയ്യുന്നത്? അപ്പം പറഞ്ഞു മിണ്ടരുത്, ചുപ്പരഹോ, കാലിൻ്റെ നീളമൊക്കെ കറക്റ്റാണോ നോക്കട്ടെ. എൻ്റെ തമ്പുരാനേച്ച് നീളം കൂടുതലുണ്ടെങ്കിലേ ഉള്ളൂ. ഒരു സ്വത്രം പറഞ്ഞാട്ടെ. നമ്മുടെ ഭാവി നിർണ്ണയിക്കുക നമ്മുടെ പപ്പയല്ല, മമ്മിയല്ല, വരത്തുപോക്കുകളല്ല, ശാപമല്ല, ജാതകമല്ല. അകത്ത് വിശ്വാസമുള്ളവർ പറയും എൻ്റെ തലയ്ക്ക് മുകളിൽ ജീവനുള്ളൊരു ദൈവമുണ്ട്, അവൻ അത്രയും എൻ്റെ ഭാവി നിർണ്ണയിക്കുന്നത് മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. ജീവിതത്തിന്റെ സകല പ്രതീക്ഷകളും അസ്തമിച്ചു. ഇടയ്ക്കിടയ്ക്ക് കണ്ടുവരുന്ന ശാപങ്ങളും അനർത്ഥങ്ങളും. ഒരു പ്രത്യേക രാത്രിയിൽ ഡിസംബറിനോട് ചേർന്നിരിക്കുന്ന ഒരു മാസം, ശാപം പിടിച്ച വീടിന്റെ അങ്കണത്തിലേക്ക് പാതിപടിയിൽ അവസാനിച്ച് നിൽക്കുന്ന വീടിന്റെ ഫ്രണ്ടിലേക്ക് അടുക്കിടയ്ക്ക് ഉണ്ടാകുന്ന അനർത്ഥങ്ങൾ നിമിത്തവും മരണം നിമിത്തവും മനസ്സും അടുത്തുപോയി എൻ്റെ മാതാവ് കസേര ഫ്രണ്ടിലോട്ട് വലിച്ചിട്ട്, സ്തോത്രം, അന്ന് രാത്രിയിൽ മരിക്കാൻ വേണ്ടി മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിരിക്കുന്ന രാത്രി, ഒരു വിശക്കുപ്പി അല്ലെ ഒരു പിടി തൊണ്ടുകയറ്, ജീവിതം അവസാനിപ്പിക്കാച്ചാ. എന്തിനെങ്ങനെ ജീവിക്കുന്നേ? ആമൻ. ബന്ധുക്കൾക്കില്ലാത്ത പ്രശ്നം, രക്തബന്ധങ്ങൾക്കില്ലാത്ത പ്രശ്നം. അന്ന് ചിന്തിച്ച എൻ്റെ മാതാവ് അന്ന് രാത്രി മരണത്തെ കുതിയോടെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സംഭവം നടന്നു. 2 വീടപ്പുറം മാറി ഒരു പെന്തക്കോസുകാരൻ ഉപദേശി അന്ന് രാത്രി ഒരു ആത്മീയ യോഗം നടത്തിയ രാത്രിയാണ്. സ്തോത്രം. ഞങ്ങളുടെ ദേശത്തിനകത്ത് ഒരു ഉപദേശി ഉണ്ടച്ചാ. എല്ലാ മാസവും ഞങ്ങളുടെ ദേശത്തിനകത്ത് വരും. സഞ്ചിക്കകത്ത് കുത്തി നിറച്ച ട്രാക്റ്റുകൾ ദേശത്ത് കൊണ്ട് വിതരണം ചെയ്യും. ഒരു സാധാരണക്കാരൻ ദൈവദാസൻ, സഞ്ചാരി ഉപദേശി എന്നൊക്കെ ഞങ്ങളുടെ ഇവിടെയും അങ്ങനെയുള്ള അഭിഷക്തന്മാരൊക്കെ ഉണ്ടെന്നാണ് എൻ്റെ ചിന്ത. സ്തോത്രം. സഞ്ചിക്കകത്ത് നിറച്ച ട്രാക്റ്റുകളൊക്കെ കൊണ്ടുവന്ന്
വിതരണം ചെയ്യുന്ന പരസ്യങ്ങളൊക്കെ പ്രസംഗിക്കുന്ന അവർക്ക് വേദികളിലൊന്നും അവസരം വലുതായിട്ട് കിട്ടണമെന്ന് നിർബന്ധമില്ല. പക്ഷേ അവർ സുവിശേഷത്തിന് വേണ്ടി ചോകാൻ വേണ്ടി നിൽക്കുന്നവരാ. സ്തോത്രം. അങ്ങനെയുള്ളൊരു ദൈവദാസൻ ഞങ്ങളുടെ ദേശത്തിനകത്ത് മാസത്തിലൊന്ന് വരും. കാലിനിച്ചിരി സ്വാധീനത്തിന്റെ കുറവുണ്ട്. ആ പുള്ളി ഇങ്ങനെ മുടന്തിയാ വരുന്നത്. നാട്ടിൽ ഞങ്ങളുടെ ചോരത്തിളപ്പുള്ള ചില ചെറുപ്പക്കാരുണ്ട്, പാർട്ടിയിലൊക്കെ പ്രവർത്തിക്കുന്നവര്. അവർ ഉപദേശി കാണുമ്പോഴേ പറയും മുടന്തിരുപദേശി വരുന്നു. സുവിശേഷത്തെക്കുറിച്ച് കളിയാക്കലേറിയ, പക്ഷെ എല്ലാ മാസവും ഞങ്ങളുടെ ദേശത്ത് വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ഉപദേശിയെ, എല്ലാ വീടുകളും കയറി ഇറങ്ങി സുവിശേഷം പറയുന്ന ഒരു ഉപദേശിയെ. എൻ്റെ മാതാവ് മരിക്കാനിരിക്കുന്ന രാത്രിയുടെ പകൽ ആ മനുഷ്യൻ ഞങ്ങളുടെ ദേശത്തിനകത്തുണ്ടായിരുന്ന പകൽ തുടങ്ങിയ തന്റെ സുവിശേഷ പ്രവർത്തനമേ വൈകിട്ട് താൻ പരിസമാപ്തിയിലേക്ക് എത്തിക്കുമ്പോൾ സ്വർഗം തുറന്നിട്ട് ഉപദേശിയോട് പറഞ്ഞു, എൻ്റെ ഭക്തരെ, ഇന്ന് രാത്രി ദേശം നീ വിട്ടുപോകരുത്. ഈ ദേശത്തിന്റെ നടുവിൽ ഇന്ന് രാത്രി നീ ഒരു പ്രാർത്ഥന സംഘടിപ്പിക്കണോ? ആ മനുഷ്യൻ ദൈവത്തോട് ചോദിച്ചു, അപ്പൊ നീ എന്നാ പറയുന്നേ? പ്രാർത്ഥന സംഘടിപ്പിക്കാമോ? ഞാനോ? എങ്ങനെ അപ്പൊ ഞാൻ പ്രാർത്ഥന? എന്നെ ഈ നാട്ടിൽ ആർക്കും ഇഷ്ടമല്ല. ദൈവം ആ മനുഷ്യനെ നിയോഗിച്ചു പറഞ്ഞില്ല, നീ ഇന്ന് രാത്രി ഒരു യോഗം സംഘടിപ്പിക്ക്. ഈ മനുഷ്യൻ ദൈവത്തോട് ചോദിച്ചു, എന്തിനാ? ദൈവം പറഞ്ഞു, ഇന്ന് രാത്രി ദേശത്തിന്റെ നടുവിൽ നീ ഒരു പ്രാർത്ഥന കൂട്ടം സംഘടിപ്പിക്കാമെങ്കിൽ മരണത്തിന്റെ കുരുക്കുകളെ ഇന്ന് രാത്രി ഞാൻ അഴിച്ചു കാണിക്കാം. സ്തോത്രം. അച്ഛാ, ദൈവം പറഞ്ഞതിന്റെ ഒറ്റ പേരിൽ ഓടരാവട്ടം മർത്തോമ പള്ളിയിൽ പോകുന്ന കുഞ്ഞുപോൾ എന്ന് പറയുന്ന സഹോദരിയുടെ വീടിനകത്ത് കയറി മനുഷ്യൻ ചോദിച്ചു, ഇച്ചിരി നേരത്തേക്ക് വീടൊന്ന് വിട്ടുതരാമോ, ഒരു യോഗം നടത്താൻ? ആ സഹോദരി പറഞ്ഞു, പാസ്റ്റേ, വീടിന്റെ മിറ്റമെടുത്തോ? ചരല് കൊണ്ട് നിറയപ്പെട്ടൊരു മിറ്റം അമ്മാമേ. ഈ ഗ്രൗണ്ട് വൃത്തിയായിരിക്കണ പോലെ അത്ര വൃത്തിയൊന്നുമല്ല, ചരല് കൊണ്ട് നിറയപ്പെട്ട മിറ്റോ. കുറെ പുൽപ്പാവാരിക്കൊണ്ടിട്ടോ മനുഷ്യന്. അന്ന് രാത്രി സ്തോത്രം പറഞ്ഞ ആ മീറ്റിംഗ് ആരംഭിച്ചു. നിങ്ങൾക്കറിയാമോ, ഈ മീറ്റിംഗിനകത്ത് ഞാൻ വന്നപ്പോൾ ശ്രദ്ധിച്ചു, മനോഹരമായ സൗണ്ട് സിസ്റ്റം. അത് ഓപ്പറേറ്റ് ചെയ്യാൻ നല്ല ദൈവദാസന്മാർ. രാവിലെ ഞാൻ ദൈവദാസനോട് സംസാരിച്ചപ്പോൾ ഈ സൗണ്ട് സിസ്റ്റവും ഇതൊക്കെ ചെയ്യുന്ന സൗണ്ട് സിസ്റ്റം അവരെ കുറിച്ച് നല്ല വാർത്തകളൊക്കെ ഞാൻ കേട്ടു. ഇങ്ങനെയുള്ളവർ ഈ ദേശത്തിനകത്തുണ്ടല്ലോ, സുവിശേഷത്തെ സ്നേഹിക്കുന്നവർ. നിങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം പറയാം. പക്ഷേ ഞങ്ങളുടെ ദേശത്തിനകത്ത് മുടന്തൻ ഉപദേശം നടത്തുന്ന യോഗത്തിലെ ഒരു മൈക്ക് സെറ്റിന്റെ ക്രമീകരണവും ഇല്ല, ഒരു ട്യൂബിന്റെ വെളിച്ചവും ഇല്ല. ദൈവം പറഞ്ഞതിന്റെ പേരിൽ അന്ന് രാത്രി പെട്ടെന്ന് ക്രമീകരിച്ച യോഗത്തിൽ പതിഞ്ഞ ശബ്ദത്തെക്കാൾ കവിയുന്ന ശബ്ദത്തോടെ മനുഷ്യ സ്തോത്രം പറഞ്ഞ് ആരംഭിച്ചാ. അതുവരെ ഞങ്ങളുടെ നാട്ടിലില്ലാത്തൊരു ഉണർവ് അന്ന് രാത്രി ഞങ്ങളുടെ ദേശത്തിനകത്ത് ദൈവം അയച്ചു. ഇദ്ദേഹത്തിന്റെ സ്തോത്ര ശബ്ദം കേട്ട നാട്ടിൽ പേരിനു മാത്രം ഞായറാഴ്ച പള്ളിയിൽ പോയിരിക്കുന്ന ചില ക്രിസ്ത്യാനി കുടുംബങ്ങൾ ഇദ്ദേഹത്തിന്റെ സ്തോത്ര ശബ്ദം കേട്ടപ്പോ വീട്ടിൽ നിന്ന് ഒരുങ്ങിയിറങ്ങിയ ഒരു കുഞ്ഞാടിനെ പോലെ പായ്ക്കകത്ത് വന്നിരിക്കാൻ തുടങ്ങി. ഇന്ന് രാത്രി സഭയെ നോക്കി ഞാനൊരു ദൂത് പറയാ, അകം തിളയ്ക്കുന്ന അഭിഷേകം ഇന്ന് രാത്രി നമ്മുടെ അകത്തുണ്ടെങ്കിൽ, നമ്മൾ ഇന്ന് രാത്രി സ്തോത്രം പറഞ്ഞ് ആരാധിക്കുമ്പോ ദേശത്തിന്റെ വാതിലുകളെ തുറപ്പാൻ ശക്തനായ ഒരു ദൈവം ഉണ്ടമ്മേ. മർക്കോസിന്റെ മാളിക മുറിക്കകത്ത് അഭിഷേകം വ്യാപരിക്കപ്പെട്ടപ്പോ പെന്തക്കോസിനകത്ത് കൂടി വന്ന ജനം, പെരുന്നാളിന് കൂടി വന്ന ജനം ആലയത്തിനകത്ത് കയറിയത് സത്യമാണെങ്കിൽ ഇന്ന് രാത്രി നിന്റെ ആരാധനയ്ക്ക് ഒരു പവറുണ്ട്. മനസ്സിലാകുന്നവർക്കായി നന്ദിയോടെ ഞാൻ ദൈവത്തിന് നിന്റെ വായെന്ന് വീഴുന്ന അഭിഷേകത്തിനൊരു പവറുണ്ടെന്ന് മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. ഇദ്ദേഹം സ്തോത്രം പറഞ്ഞപ്പോ പേരിന് മാത്രം ഞായറാഴ്ച പള്ളിയിൽ പോയിരിക്കുന്ന ക്രിസ്ത്യാനികൾ യോഗത്തിനകത്ത് വന്നിരിക്കാൻ തുടങ്ങി. വന്നവരെ നോക്കി ഉപദേശി ചോദിച്ചു, കർത്താവ്, ഈ സഹോദരിയാണോ നിനക്ക് മരണത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കുക? ദൈവം പറഞ്ഞു, അവളല്ല. അടുത്ത ആളെ ചുറ്റി, കർത്താവ്, ഈ സഹോദരിയാണോ നിനക്ക് മരണത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കാൻ പത്ത്? ദൈവം പറഞ്ഞു, അവളല്ല. ആരാത്തിന് ചൂണ്ടിക്കാണിച്ചിട്ട് അപേക്ഷിച്ചു, ഈ സഹോദരിയാണോ? ആ സഹോദരി. ദൈവം പറഞ്ഞു, അവരാരും അല്ലടാ. ഇന്ന് രാത്രി ഒരുവളുണ്ട്, അവളെ മരണത്തിന്റെ ഘട്ടഴിച്ചു ഞാൻ ഈ പായ്ക്കകത്ത് കൊണ്ടിരുത്താൻ പോവുക. ഈ മനുഷ്യൻ ചോദിച്ചു, ഇനി ഞാൻ എന്നാ വേണോ? ആമേൻ, പ്രസംഗിക്കട്ടെ. ദൈവം പറഞ്ഞു, ഇപ്പൊ നീ പ്രസംഗിക്കണ്ട, ഇപ്പൊ ഒരു പാട്ടുപാടി എന്നെ ആരാധിക്കണോ? നൂറുകണക്കിന് ക്രിസ്തീയ ഗാനങ്ങൾ കാണാതറിയാവുന്ന ഉപദേശി അന്ന് രാത്രി തുറക്കപ്പെട്ട സ്വർഗത്തോട് ചോദിച്ചു, ഏത് പാട്ടുപാടി ആരാധിക്കണോ? എപ്പോഴും ചർച്ചിന്റെ കോർ ടീമിനോട് ഞാൻ പറയുന്ന ഒരു ഉപദേശമുണ്ട്, പെട്ടെന്ന് അറിവിനകത്തൊരു പാട്ട് പാടാതെ പിന്നെയോ തലേ രാത്രി ശനിയാഴ്ച വൈകിട്ട് ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ചു ചോദിക്കണോ, നാളെ ഞായറാഴ്ച ഞങ്ങളുടെ സഭായോഗത്തിന്റെ ദിവസമോ ഏത് പാട്ടുപാടി ആരാധിക്കണം നമ്പുരാനെ എന്ന് ചോദിച്ചു മേടിച്ചെടുത്തുകൊണ്ട് വരുന്ന ഒരു പാട്ടിന്റെ 4 വരിയപ്പോടി പോലും ദൈവത്തിന്റെ മഹത്വം ഇറങ്ങി വരും. അമ്മാമേ, മനസ്സിലാകുന്നുണ്ടോ? ഈ ഉപദേശിച്ച് ചോദിച്ചേ, ഏത് പാട്ടുപാടി ആരാധിക്കണോ? ദൈവം പറഞ്ഞിട്ട് പണ്ടെന്റെ ഒരു ഭക്തനുണ്ടായിരുന്നടാ, വാടക വീടിന്റെ കാശ് കൊടുക്കാൻ നിവൃത്തിയില്ലാതെ പറക്കമുറ്റാത്ത 2 കുഞ്ഞുങ്ങളെ മാറത്തോട് ചേർത്ത് പിടിച്ചു വീട് വിട്ട് പുറത്തോട്ടിറങ്ങുമ്പോ ഓർഡർ ചോദിച്ചു, നാണമില്ല ഉപദേശി, വാടകയ്ക്ക് പൈസ തരാതെ കയറി താമസിക്കുന്നു, ഇറങ്ങിപ്പോക്കോ എന്ന് പറഞ്ഞപ്പോൾ അന്ന് രാത്രിയിൽ മനസാക്ഷിയുള്ള അല്ലെങ്കിൽ സ്തോത്ര അഭിമാനമുള്ള ഉപദേശി അന്ന് രാത്രി ആ വീട്ടിൽ ഇനി നിൽക്കാൻ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ 2 കുഞ്ഞുങ്ങളെ പറക്കമുറ്റാത്തവടെ ഇങ്ങനെ മാറത്തോട് ചേർത്ത് പിടിച്ചു വീട് വിട്ട് പുറത്തോട്ടിറങ്ങുമ്പോ അന്ന് രാത്രി പ്രകൃതി പോലും ശോഭിച്ചാ മഴ ഒരു തുള്ളിക്കൊരു കുടമെന്ന രീതി മഴ പെയ്തിറങ്ങി. ആ മഴ മൊത്തം നനഞ്ഞ് വഴിയരികെ കണ്ട് എന്തോന്നിലോട്ട് ഇങ്ങനെ കാല് ഒന്നി വെച്ച് തമ്പുരാന്റെ കണ്ണുകളിലേക്ക് നോക്കിയിട്ട് ചോദിച്ചു, എന്റെ അപ്പായേ, സുവിശേഷത്തിന് വേണ്ടി ഇറങ്ങിയിട്ട് ഞാൻ ലജ്ജിച്ചു പോകുന്നു, എനിക്ക് വേണ്ടി കരുതുന്ന ഒരുത്തൻ ഉയരത്തിലുണ്ടോ? നനഞ്ഞു കുതിർന്നിരിക്കുന്ന രാത്രിയിൽ സ്വർഗം തുറന്ന ആ ഭക്തനൊരു പാട്ട് കൊടുത്തു. ക്രൈസ്തവ കൈരളിക്ക് മറക്കാൻ കഴിയാത്ത പാട്ടിന്റെ ആദ്യ തീരടികൾ ഇങ്ങനെ ആരംഭിക്കുന്നു, കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നത് എന്തിന് നീ, കണ്ണുനീരിന്റെ താഴ്വരയിൽ ഞാൻ നിന്നെ കൈവിടുമോ? ഇന്ന് രാത്രി ദേശ
ദേശത്തോട് ദൈവം സംസാരിക്കുന്നു. കരുതുന്ന ഒരു ജീവനുള്ളവനുണ്ട്, നീ കലങ്ങുന്നത് എന്തിനാ എന്ന് ചോദിക്കുന്നൊരു ദൈവമുണ്ട്. കണ്ണുനീരിന്റെ താഴ്വരയിൽ ഞാൻ നിന്നെ കൈവിടുകയില്ല എന്ന് ഉറപ്പിച്ചു പറയുന്നൊരു ദൈവമുണ്ട്. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഒന്ന് ഉയർത്തിപ്പിടിച്ച് ശക്തിയോടെ പറഞ്ഞ് ഹല്ലേലൂയ. അന്ന് രാത്രിയിലെ ഉപദേശിക്ക് കിട്ടിയ പാട്ട് ഞങ്ങളുടെ ദേശത്തിനകത്ത് ഉപദേശി സ്തോത്രം പറഞ്ഞുകൊണ്ട് പറഞ്ഞു, ഈ പാട്ട് പാടി എന്നെ ആരാധിക്കണോ. തൻ്റെ മുഴുവൻ ആർജവും ശബ്ദവും എടുത്തു പതിഞ്ഞ സ്വരത്തെക്കാൾ കവിയുന്ന ശബ്ദത്തോടെ ഈ മനുഷ്യൻ ഈ പാട്ട് പാടി ആരാധിക്കാൻ തുടങ്ങി. എനിക്കിന്നും അറിയത്തില്ല അച്ഛാ, ആ പാട്ട് അവിടെ ഇരുന്ന് ഏതെങ്കിലും ക്രിസ്ത്യാനികളെ സ്പർശിച്ചൊന്നും എനിക്കും ഇന്നും അറിയാൻ പാടില്ല. പക്ഷെ 2 വീടപ്പുറം മാറി ശാപം പിടിച്ച വീടിന്റെ മുറ്റത്തിൽ ചാകാനിരിക്കുന്ന എൻ്റെ മാതാവിന്റെ കാതിനകത്തല്ല, ഹൃദയത്തിനകത്തേക്ക് ആ വരി വന്ന് പതിച്ചു. എൻ്റെ അഭിഷക്തന്മാരെ, നമ്മളൊക്കെ പാട്ട് പാടുമ്പോൾ ജനം ചിന്തിക്കുന്നത് ഇത് വലിയ ശുശ്രൂഷയൊന്നുമല്ല, പ്രസംഗമാ വലിയ ശുശ്രൂഷ. ഞാൻ ഇന്ന് രാത്രി എൻ്റെ അനുഭവത്തെ തിരിച്ചു പറയാം. പ്രസംഗത്തെക്കാൾ ഒരു പവർ പാട്ടിനുണ്ട്. ഏത് മനസ്സുകളെ തൊടാൻ പാട്ടിന്റെ വരികൾക്ക് മനസ്സിലാകുന്നവർ. പ്രസംഗം എല്ലാവർക്കും പിടികിട്ടുള്ള നിർബന്ധമില്ല, പക്ഷേ പാട്ടിനകത്തുള്ളൊരു ആത്മസാന്നിധ്യം ഏത് മനുഷ്യന്റെ മനസ്സിനെ തൊടുന്നതാണ്. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം പറയുന്നു. അന്ന് രാത്രിയിൽ ഈ പാട്ടിന്റെ വരികൾ എൻ്റെ മാതാവിന്റെ കാതിനകത്തേക്ക് വന്ന് പതിച്ചു. ആദ്യമായി എൻ്റെ അമ്മ ജീവനുള്ള യേശുവിനോട് ചോദിക്കാൻ തുടങ്ങി, കരുതുന്നവൻ നീയാണോ? കലങ്ങുന്നത് എന്തിനാന്ന് ചോദിക്കുന്നവൻ നീയാണോ? പോകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഹൈന്ദവ വിശ്വാസപ്രകാരം നായർ പശ്ചാത്തലത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടവൾ ക്രിസ്ത്യാനിയുടെ യോഗത്തിൽ പോയിരിക്കുന്നത് ശരിയല്ലെന്ന് ചിന്തിച്ച് എൻ്റെ മാതാവ് അതിനകത്ത് ഇങ്ങനെ ഒതുങ്ങിയിരിക്കുമ്പോൾ പാട്ടിന്റെ 2ാം സ്റ്റാൻസ് എത്തി. അച്ഛാ, അബ്രഹാമിന്റെ ദൈവമല്ലയോ ഞാൻ നിനക്കായി അത്ഭുതങ്ങൾ ചെയ്യുകയില്ലയോ? ഈ വരി കൂടെ കേട്ടപ്പോൾ പിന്നമ്മയ്ക്ക് ഇരിക്കാൻ പറ്റുള്ള കസേര വിട്ട് ചാടിയെടുത്തിട്ട് എൻ്റെ മാതാവ് വീട്ടിലെ ലക്ഷ്യമാക്കി ഓടാൻ തുടങ്ങി. നിങ്ങളുടെ ഇതിനകത്ത് സഹോദരിമാരെ കണ്ടോ, സഹോദരന്മാരെ കണ്ടോ? നിങ്ങൾ ഈ പന്തലിന്റെ നടുവിൽ സന്തോഷത്തോടെ വന്നിരിക്കുന്നത് പോലെ എൻ്റെ മാതാവിന് വന്നിരിക്കാൻ അറിയാൻ പാടില്ല. അങ്ങനെ യോഗത്തിൽ പോയിരുന്ന പ്രശ്നമാ, ക്രിസ്ത്യാനികളുടെ യോഗത്തിൽ ഹിന്ദുക്കൾ പോയിരുന്ന പ്രശ്നമായെന്ന് ചിന്തിച്ച എൻ്റെ മാതാവ് ആരും കാണാതെ ഈ മിറ്റത്തിന്റെ ഓരം ഇങ്ങനെ തെന്നി മാറി, ആരെ ശ്രദ്ധപ്പെടാതെ മിറ്റത്തിന്റെ ഏറ്റവും പുറകുവശത്ത് ആ വീട്ടുകാർ നട്ടൊരു വാഴയുണ്ട്. ആ വാഴയുടെ ചെളിക്കൂട്ടത്തിനകത്ത് എൻ്റെ മാതാവ് ഇങ്ങനെ പോയിരുന്നു. ആരെയും കണ്ണിപ്പെട്ടില്ല. അവിടെ ഇരുന്നു കൊണ്ട് ആദ്യത്തെ പെന്തക്കോസിന്റെ പ്രാർത്ഥന എൻ്റെ മാതാവ് പ്രാർത്ഥിച്ചു. എപ്പോഴും സാക്ഷ്യം പറയുമ്പോൾ ഒരു വാക്ക് ഞാൻ ഇറങ്ങി പറയൂ. പെന്തക്കോസിന്റെ ആദ്യത്തെ പ്രാർത്ഥന എൻ്റെ മാതാവ് പ്രാർത്ഥിക്കുന്നത് പമ്പലിന്റെ കീഴിലല്ല, ഒരു AC റൂമിനകത്ത് ശീതീകരിച്ച അന്തരീക്ഷത്തിലല്ല, ഒരു ഫാനിന്റെ തണലിലല്ല. ആമേൻ. പെന്തക്കോസിന്റെ ആദ്യത്തെ പ്രാർത്ഥന മാതാവ് പ്രാർത്ഥിക്കുന്നത് ഒരു വാഴയുടെ ചെളിക്കൂട്ടത്തിലിരുന്ന ദൂത്. ഞാൻ പറയാ, നീ അവിടെ ഇരുന്നാലും നിന്നെ കാണാൻ കഴിവുള്ളൊരു ദൈവമുണ്ട്. നീ പന്തലി വരണമെന്ന് നിർബന്ധമൊന്നുമില്ല സഹോദര. നീ വീടിന്റെ അകത്തളങ്ങളിൽ ഇരുന്ന ഈ സന്ദേശം കേൾക്കുന്നതെങ്കിലും, നീ വീടിന്റെ റൂമിനകത്തിരുന്ന ഈ സന്ദേശം കേൾക്കുന്നെങ്കിലും, ഇതെനിക്ക് കേൾക്കണ്ട എന്ന് വെച്ച് നീ കഥകടച്ചിരിക്കുന്നവനാണെങ്കിലും, ഇന്ന് രാത്രി നീ ഇരിക്കുന്നിടത്ത് നിന്നെ അന്വേഷിക്കുന്ന ഒരു ജീവനുള്ളവനുണ്ട്. അവിടെ ഇരുന്നു കൊണ്ട് എൻ്റെ മാതാവ് ചോദിച്ചു, ഞാൻ ഇവിടെ വന്നിരുന്നത് ക്രിസ്ത്യാനികൾ കണ്ടിട്ടില്ല. എൻ്റെ അമ്മയുടെ ആദ്യത്തെ പ്രാർത്ഥന, ഞാൻ ഇവിടെ വന്നിരുന്ന ഉപദേശി കണ്ടിട്ടില്ല. പക്ഷെ എന്നെ ഈ വാടിയുടെ മറവിൽ കാണാൻ കഴിവുള്ള 2 കണ്ണുകളുണ്ടെങ്കിൽ ഇങ്ങോട്ടൊന്ന് ഇറങ്ങി വാ, എനിക്കിന്ന് രാത്രി നിന്നെ ഒന്ന് കാണണം. എൻ്റെ അമ്മയുടെ അടുത്ത പ്രാർത്ഥന വാചകം എന്നാണെന്നറിയാമോ? ഞാൻ കൊണ്ടുവച്ച പൂജാ വസ്തുക്കൾ ഒരു ദൈവവും കൈകൊണ്ട് തൊടുന്നത് ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ സഹോദരൻ, ഇതൊരു മനുഷ്യന്റെ വികാരത്തെ വ്രണപ്പെടുത്താൻ ഞാൻ പറയണ വാക്കല്ല, എൻ്റെ ജീവിതത്തിന്റെ അനുഭവത്തെ ഞാൻ അടർത്തിയെടുത്ത് പറയാം. എൻ്റെ അമ്മ ആദ്യം പറഞ്ഞത് ഇതാ, ഞാൻ കൊണ്ടുവച്ച പൂജാ വസ്തുക്കൾ ഒരു ദൈവവും കൈകൊണ്ട് തൊട്ടതാ എനിക്കറിയാൻ പാടില്ല. ഞാൻ കൊണ്ടുവച്ച നിവേദ്യങ്ങൾ കൈകൊണ്ട് എടുത്ത് ഭക്ഷിച്ചൊരു ദൈവത്തെയും ഞാൻ കണ്ടിട്ടില്ല. ഇല്ല, കൈകാലികൾ ചലിപ്പിക്കുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ, ആമേൻ സ്വത്ര സ്പർശിക്കാൻ കഴിവുള്ളൊരു ദൈവമുണ്ടെങ്കിൽ, വായ് കൊണ്ട് എന്നോട് സംസാരിക്കാൻ കഴിവുള്ളൊരു ദൈവമുണ്ടെങ്കിൽ, ഇന്ന് രാത്രി വാഴിയുടെ മറവിലേക്കൊന്ന് ഇറങ്ങി വാ, എനിക്ക് നിന്നെ ഒന്ന് കാണണം. പെന്തക്കോസിൽ ആദ്യത്തെ എൻ്റെ മാതാവിന്റെ പ്രാർത്ഥന, ജീവനുള്ളവനുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഇറങ്ങി വാ, എനിക്ക് നിന്നെ കാണണം. താനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അമ്മ അടുത്ത് പറയുന്ന വാക്ക്, ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അമ്മ അടുത്ത വാക്ക് ഞാൻ എവിടെയും അത് പറയൂ. എൻ്റെ മാതാവ് അടുത്ത് പറഞ്ഞ വാക്ക്, ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാനൊരുത്തരെ കാണുകയാണ്, തേജസ്സിനെയൊക്കെ വാരി ചുറ്റിയിട്ട് മഹത്വത്തിന്റെ സിംഹാസനത്തിനകത്തുന്നു മേഘത്തിൽ നിന്നും ഒരുവൻ എനിക്ക് വേണ്ടി ഇറങ്ങി വരികയാണ്. അവന് 2 കൈകളുണ്ട്, അവന് 2 കാലുകളുണ്ട്. കണ്ടാൽ മനുഷ്യനെ പോലെ തോന്നും, പക്ഷേ അവൻ ഇറങ്ങി വന്നത് ഒരു മേഘത്തിന്റെ നടുവില. ഇന്ന് രാത്രി നമ്മൾ ആരാധിക്കുന്ന ദൈവമേ അമ്മൂമ്മ കഥയുടെ ദൈവമല്ല, കെട്ടുകഥയുടെ ദൈവമല്ല. ചരിത്രത്തെ AD എന്നും BC എന്നും 2ആയി തിരിച്ചവൻ, ഒരിടത്ത് ഒരപ്പൂപ്പ ജീവിച്ചിട്ട്, അതല്ല യേശു. യേശു ജീവനുള്ളവനാണ്. മനസ്സിലാകുന്നവർക്കായി രക്തത്താൽ ജയമെടുക്കുന്നു. അന്ന് രാത്രി എൻ്റെ മാതാവ് അവിടെ ഇരുന്നു കൊണ്ട് ഈ കാഴ്ച കാണുക. എൻ്റെ ശുശ്രൂഷയിലെ അല്പമൊക്കെ ക്ഷീണം വരുമ്പോൾ ഓടി വന്ന് ഞാൻ എൻ്റെ അമ്മയോട് ചോദിക്കും, സാക്ഷി ഒന്നുകൂടെ പറ.
കഴിഞ്ഞ കുറച്ച് നാൾക്ക് മുമ്പ് ഒന്നുകൂടെ ഞാൻ പറഞ്ഞു, സാക്ഷി ഒന്നുകൂടെ പറ. അമ്മ പറഞ്ഞു, എത്രയും പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ട് നിനക്ക് മടുപ്പ് തോന്നുകയല്ലേ, ബോറില്ലേ നിനക്ക്? ഇല്ലച്ചാ, ഇപ്പോഴും കേൾക്കുമ്പോൾ അകത്തൊരു ജീവൻ വാഴുന്നത് പോലെ. സ്തോത്രം. യേശുവിനെ കണ്ടു എന്നുള്ള ഭാഗം പറയുമ്പോൾ ഞാൻ ചോദിക്കും, മുഖം കണ്ടായിരുന്നോ? അമ്മ പറയും, മുഖം മാത്രം കണ്ടില്ലടാ, അത് തേജസ് വാരിച്ചുറ്റൊരു മുഖമായിരുന്നു. പക്ഷെ അവൻ എന്നെ തൊടുന്നത് ഞാൻ തിരിച്ചറിഞ്ഞു. തൊട്ടതാരാ എന്നറിയാൻ വേണ്ടി എൻ്റെ അമ്മ കണ്ണു തുറന്നു. തൊട്ടതാരാ എന്നറിയാൻ വേണ്ടി എൻ്റെ അമ്മ കണ്ണു തുറന്നപ്പോൾ തനിക്ക് മനസ്സിലാകുന്നേ, അച്ഛാ ഇപ്പൊ താൻ ഇരിക്കുന്ന വാടിയുടെ മറവിലല്ല, ആ മീറ്റിംഗിന്റെ ഏറ്റവും ഫ്രണ്ടിൽ തുറയില്ല. ഇതിനിടയിൽ വെച്ച് എഴുന്നേറ്റതറിയില്ല, നടന്നതറിയില്ല, ഈ 6-7 സെക്കൻഡിൽ എഴുന്നേറ്റ് വന്നിരുന്നറിയില്ല. ഇന്ന് രാത്രിയിലെ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്ന സഭയോട് ഞാൻ പറയാ, നീ പോലും അറിയാതെ നിന്നെ ആത്മവിവശതയിൽ എടുത്തുകൊണ്ടുപോകാൻ കഴിവുള്ളൊരു സ്വർഗത്തിലെ ദൈവമുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? ആമേൻ. ഫിലിപ്പോസേ, നീ പോലും അറിയാതെ നിന്നെ ആസ്തോദിനകത്ത് ഉയർത്തിക്കൊണ്ടുപോകുന്ന ഒരു സ്വർഗത്തിലെ ദൈവം ജീസസ്. അന്ന് രാത്രിയിൽ മീറ്റിങ്ങിന്റെ ഫ്രണ്ടിൽ തുറയിലിരുന്നപ്പോ ക്രിസ്ത്യാനികളെല്ലാം തോളത്തോട് ചോദിച്ചു, ഇത് അർജുനൻകുട്ടിയുടെ ഭാര്യയല്ലേ? അതെ. ഇവളെങ്ങനെ ക്രിസ്ത്യാനിയുടെ യോഗത്തിൽ വന്ന്? എൻ്റെ മാതാവ് തിരിച്ചൊരു വാക്ക് പറഞ്ഞു വെച്ചാ, ആ വാക്കാ കഴിഞ്ഞ 19 വർഷങ്ങളായി എന്നെ പ്രസംഗിക്കാൻ ആവേശം കൊള്ളിക്കുന്നേ. തമ്പുരാന്റെ കൃപയാൽ 14 വയസ്സിൽ എൻ്റെ പ്രസംഗ ജീവിതം ഞാൻ ആരംഭിക്കുന്നേ. ദൈവകൃപയാൽ കഴിഞ്ഞ 19 വർഷങ്ങളായി പ്രസംഗിക്കാൻ ഒരു ഭാഗ്യദൈവം എനിക്ക് നൽകുന്നുണ്ട്. ഇന്ന് രാത്രി ഞാൻ അഭിമാനത്തോടെ പറയാ, ആ വാക്ക്, എൻ്റെ അമ്മ പറഞ്ഞ വാക്ക് എന്നെ പ്രസംഗിക്കാൻ ആവേശം കൊള്ളിക്കുന്നത്. സ്തോത്രം. എൻ്റെ മാതാവ് തിരിച്ച് ക്രിസ്ത്യാനികളോട് പറഞ്ഞു, അയ്യോ, നിങ്ങൾ വിളിച്ചിട്ടല്ല ഞാൻ യോഗത്തിനകത്ത് വന്നത്, ഈ ഉപദേശി പോലും എന്നെ വിളിച്ചിട്ടില്ല. ഇന്ന് രാത്രി എൻ്റെ വീടിനകത്തോ ഞാൻ മരിക്കാനിരുന്നപ്പോഴാ, അവിടെ ഇരുന്നപ്പോൾ ഞാൻ ഈ പാട്ട് കേട്ടു. ഈ പാട്ട് കേട്ട സ്ഥലത്തിൽ ആ വാഴയുടെ മറവിൽ ഞാൻ വന്നിരുന്നു. അവിടെ ഇരുന്നപ്പോൾ ഞാൻ ഒരുവനെ കണ്ടു. നീ ആരെയാ കണ്ടതെന്ന് ചോദിക്കുന്നതിനേക്കാൾ മുമ്പ് എൻ്റെ മാതാവ് പറഞ്ഞു, ഞാൻ കണ്ടവൻ എൻ്റെ യേശുവാന്ന് എനിക്ക് മനസ്സിലാ. എൻ്റെ യേശു ജീവിക്കുന്നു. ലജ്ജയില്ലെങ്കിൽ കരമൊന്ന് ഉയർത്തി പറഞ്ഞ് യേശു ജീവിക്കുന്നു. പോരാ, ഈ 2 രാത്രി സഭ ഉൾപ്പെടെ ശബ്ദം ഉയർത്തി പറ, യേശു ജീവിക്കുന്നു. ജീസസ് ഈസ് അലൈവ്. യേശു ജീവിക്കുമ്പോ ഇന്ന് രാത്രി ഞാൻ ഉറപ്പിച്ചു പറയാം, ചില വാക്കുകളൊക്കെ ഞാൻ അങ്ങ് അവോയ്ഡ് ചെയ്യുക. ദേശത്തെ മുറിവേൽപ്പിക്കാൻ എനിക്ക് മാനസികമായി താല്പര്യമില്ല. അല്ല, ഇത് ഞങ്ങളുടെ സഹോദരങ്ങൾ തിങ്ങിപ്പാർക്കുന്ന നാടാണ്. പക്ഷെ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയാം. ആമേൻ. സ്തോത്രം. ജീവിക്കുന്നവൻ കണ്ണും തള്ളിയവനല്ല, ജീവിക്കുന്നവൻ നാക്ക് നീട്ടിയവനല്ല, ജീവിക്കുന്ന ശൂലം പിടിച്ചവനല്ല, ജീവിക്കുന്നത് മരിച്ച് കല്ലറയിൽ ഒതുങ്ങിപ്പോയവനല്ല, ജീവിക്കുന്നത് ഐതിഹ്യ പുരുഷന്മാരല്ല, ജീവിക്കുന്നത് ആൾ ദൈവങ്ങളല്ല. ജീവിക്കുന്ന ഒരുത്തനുണ്ടെങ്കിൽ അത്ഭുത മന്ത്രിയായവൻ ജീവിക്കുന്നു. ജീവിക്കുന്നവൻ വീരനാം ദൈവമായവൻ ജീവിക്കുന്നു. നിത്യപിതാവായവൻ ജീവിക്കുന്നു. സമാധാനത്തിന്റെ പ്രഭുവായവൻ ജീവിക്കുന്നു. അൽഫയും ഒമേഗയുമായവൻ ജീവിക്കുന്നു. ആദ്യനും അന്ത്യനുമായവൻ ജീവിക്കുന്നു. ഭൂരാജാക്കന്മാർക്ക് അധിപതിയായവൻ ജീവിക്കുന്നു. തത്വത്തിന്റെ മുദ്രയായവൻ ജീവിക്കുന്നു. സകല പിതാക്കന്മാർക്കും ആദിജാതനായവൻ ജീവിക്കുന്നു. ഷായുടെ കുറ്റിയിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന ദൈവത്തിന്റെ മുളയായവൻ ജീവിക്കുന്നു. ദാവീദ് ഗോത്രത്തിന്റെ സിംഹമായവൻ ജീവിക്കുന്നു. ദാവീദിന്റെ താക്കോൽ കയ്യിലുള്ളവൻ ജീവിക്കുന്നു. അവൻ തുറന്നാൽ ആർക്കും അത് അടയ്ക്കാൻ കഴിയില്ല, അവൻ അടച്ചാൽ ആർക്കും അത് തുറക്കാൻ കഴിയില്ല. ഇന്ന് രാത്രി യേശു ജീവിക്കുന്നു എന്നൊരു ബോധ്യം അകത്തുണ്ടെങ്കിൽ കരകളെ അടിച്ചു കർത്താവിന് നന്ദി പറ. 7 പൊൻനിലവിളക്കുടെ നടുവിൽ നിലയെങ്കി ധരിച്ചവൻ, മാറത്തു പൊൻകച്ച കെട്ടിയവൻ, വെള്ളോടിന് സദൃശമുള്ള കാലുകളുള്ളവൻ, കണ്ണ് അഗ്നിജ്വാലക്കത്തുള്ളവൻ, ഇരുവായ്ത്തലയുള്ള വചനമെന്ന വാൾ വായിൽ വഹിക്കുന്നവൻ, സർവശക്തനായവൻ ഇന്ന് രാത്രി ജീവിക്കുന്നു. ജീവിക്കുന്ന യേശുവിനെ ആരാധിക്കാൻ ഭാഗ്യം കിട്ടിയ ദൈവമക്കൾ പറ, എന്റെ മുഖം ഇന്ന് രാത്രി അഴിയാൻ പോകുകയാണ്. എന്റെ ബന്ധനങ്ങൾ ഇന്ന് രാത്രി അഴിയാൻ പോകുകയാണ്. എന്റെ ശാപങ്ങൾ ഇന്ന് രാത്രി അഴിയാൻ പോകുകയാണ്. എന്റെ അന്ധകാരത്തിന്റെ മേഖലകൾ ഇന്ന് രാത്രി അഴിയാൻ പോകുകയാണ്. ജീവിക്കുന്ന യേശുവിനെ അരിഞ്ഞ പുൽപ്പുറത്തിനകത്ത് ദൈവത്തിന്റെ മഞ്ഞുതുള്ളികൾ വന്നു വീഴുന്നതിനേക്കാൾ ശക്തിയോടെ ഇന്ന് രാത്രി യേശുവിന്റെ മഹത്വം തിരിച്ചറിയുന്ന ദൈവത്തിന്റെ മക്കൾ ആത്മാവിൽ പറ, എന്റെ യേശു ജീവിക്കുന്നു. കേൾക്കട്ടെ, ദേശം കേൾക്കട്ടെ, യേശു ജീവിക്കുന്നു. സകല പൈശാചിക 33 കോടി ദൈവങ്ങളല്ല, 60,600 അസുരഗണങ്ങളല്ല, 1001 ബലികുണ്ട ദേവതകളല്ല, 101 മന്ത്രമൂർത്തികളല്ല, ഭൂതങ്ങളല്ല, പ്രേതങ്ങളല്ല, കാട്ടുപിശാചിക്കളല്ല. ജീവിക്കുന്ന ഒരുവരേ ഉള്ളൂ. അവൻ പാതാളത്തെ ജയിച്ചവൻ ജീവിക്കുന്നു. യേശു ജീവിക്കുന്നു. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ അഭിഷേകമുള്ളവർ കരമുയർത്തി പറ, യേശു ജീവിക്കുന്നത് കൊണ്ട്. ഉറക്കെ പറ, യേശു ജീവിക്കുന്നത് കൊണ്ട്. ശബ്ദമുയർത്തി പറ, യേശു ജീവിക്കുന്നത് കൊണ്ട് ഞാനും ജീവിക്കുന്നു. ആമേൻ. നീ മരിക്കയില്ല, നീ ജീവനോടെ ഇരുന്ന് ദൈവത്തിന്റെ പ്രവൃത്തികളെ
ഘോഷിക്കും. മനസ്സിലാകുന്നുണ്ടോ? ഒരു പിടി തുണ്ടുകയറിനകത്ത് നിന്റെ ജീവിതം അവസാനിക്കില്ല. ഒരു വിശക്കുപ്പി നിന്നെ അവസാനിപ്പിക്കില്ല. യേശു ജീവിക്കുന്നത് കൊണ്ട് നിന്റെ തലമുറ മദ്യത്തിനും മയക്കുമരുന്നിനകത്തും വീട് തകർന്ന് നശിച്ചു പോകത്തില്ല. യേശു ജീവിക്കുന്നത് കൊണ്ട് എന്റെ തലമുറയും ജീവിക്കുമെന്ന് വിശ്വസിക്കുന്നവർ ചേർന്ന് ശക്തിയോടെ 6 അടി മണ്ണിനെ നമ്മളെ ഒതുക്കാൻ കഴിയില്ല. അങ്ങാണും 6 അടി മണ്ണിനകത്ത് നമ്മൾ ഒതുങ്ങിപ്പോയാലും പ്രാർത്ഥിക്കുന്ന അഭിഷക്തന്മാർ അവസാനത്തെ പിടി മണ്ണ് വാരിയിട്ടേച്ച് പറഞ്ഞു പോകുന്ന ഒരു ദൂതുണ്ട്. അത് പെന്തക്കോസ്തുകാരുടെ മാത്രം ഒരു കുത്തകയുടെ വാക്കാണ്. ദാനിയേലേ, കാലാവസാനത്തിൽ നിന്റെ ഓഹരി പ്രാപിപ്പാൻ നീയും എഴുന്നേറ്റ് വരണം എന്ന് വെച്ചാൽ 6 അടി മണ്ണിനെ നമ്മളെ ഒതുക്കാൻ കഴിയില്ല. കർത്താവ് താൻ ഗംഭീര നാദത്തോടും പ്രധാന ദൈവദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടു കൂടെ ഞാൻ ആരാധിക്കുന്ന എന്റെ യേശു വീണ്ടും വരുമ്പോ കല്ലറകളെ പൊട്ടിച്ച് ഞാനും ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഉറപ്പുള്ള ദൈവത്തിന്റെ മക്കൾ ചോർന്ന് ശക്തിയോടെ സ്വസാനങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്നവർ സ്വസാനങ്ങളിൽ എഴുന്നേറ്റ് നിന്നാട്ടെ. ആമേൻ. ശാപത്തിന്റെ ദുഃഖങ്ങൾ അഴിയൂ. അന്ന് രാത്രിയിൽ എന്റെ മാതാവ് തിരിച്ച് സ്വഭവനത്തിലേക്ക് വന്നു. ഒറ്റ മിനിറ്റ് എന്നെ നോക്കിയാട്ടെ. എല്ലാ ശ്രദ്ധകളും എനിക്കറിയാം. ലാസ്റ്റ് 1 മിനിറ്റ് എന്നെ ശ്രദ്ധിച്ചാട്ടെ. അന്ന് രാത്രി എന്റെ മാതാവ് തിരിച്ച് സ്വഭവനത്തിലേക്ക് വന്നു. എന്റെ മാതാവ് യേശുവിനെ കണ്ടെത്തിയവളായി തിരിച്ച് സ്വഭവനത്തിലേക്ക് വന്നു. അവിടെ മുതൽ പ്രശ്നങ്ങൾ ആരംഭിച്ചു. ഇന്ന് രാത്രി സഭയോട് ഞാനൊരു വാക്ക് ഇറങ്ങി പറയാം. ശ്രദ്ധിച്ച ആ വാക്ക് കേൾക്കണം. പെന്തക്കോസി വരുമ്പോ പട്ടുമെത്തയാമോ? പെന്തക്കോസി വരുമ്പോ ചുവന്ന പരവതാനിയാമോ? പെന്തക്കോസി വരുമ്പോ പൂമാലയാണോ? സ്വോത്രാണോ? സ്വോത്രാഴ്ചയാണോ? എന്ന് ആരേലും നിങ്ങളെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തൊടുകയോടെ ഞാൻ പറയാം, പെന്തക്കോസി വരുമ്പോ പട്ടുമെത്തയില്ല, ചുവന്ന പരവതാനിയില്ല, പൂമാലയില്ല, സ്വോത്രമില്ല, സ്വോത്രാഴ്ചയില്ല. വിദേശത്തുനിന്ന് പണം ഇല്ലച്ചാ. പിന്നെ ഇതിൽ വന്ന എരിയുന്ന തീച്ചൂളയായിരിക്കും. എന്നാൽ അതിനകത്തൂടെ കയറി ഇറങ്ങി പോകുന്നവനെ പൊന്നുരുകുന്നത് പോലെ സ്വർഗം പുറത്തു കൊണ്ടുവരും. വിശ്വാസത്തിനകത്ത് വന്നതിന് ശേഷം നാട് വിട്ടു പോകേണ്ടി വന്ന ഞങ്ങളുടെ ജീവിത സാഹചര്യം. അവിടെ മുതൽ ഞങ്ങൾ സാക്ഷ്യങ്ങൾ ആരംഭിക്കുക. സത്യം ഞാൻ അവിടെ പറഞ്ഞു നിർത്തുക. സ്തോത്രം. കൊട്ടാരക്കരയ്ക്ക് സമീപം ഓടനാവട്ട ദേശത്തിനകത്ത് ജനിച്ചു വളർത്തപ്പെട്ട ഞങ്ങൾ യേശുവിനെ അറിഞ്ഞതിന്റെ പേരിൽ നാട് വിട്ടു പോകേണ്ടി വന്നു. അല്ലെങ്കിൽ രക്തബന്ധങ്ങൾ ഇറക്കി വിട്ടു വീട്ടിൽ നിന്ന്. സ്തോത്രം. വയനാടിന്റെ കാട്ടുപ്രദേശത്തിലേക്കുള്ള ചേക്കറുകൾ. 3.5 വർഷം അവിടുത്തെ താമസം. വിശ്വാസം ഞങ്ങളെ പഠിപ്പിച്ച നാട്. 3.5 വർഷത്തിന് ശേഷം വയനാട്ടിൽ നിന്ന് തിരിച്ച് കൊട്ടാരക്കരയ്ക്കുള്ള മടങ്ങി വരും. വന്നതല്ല, ആരാണോ ഇറക്കി വിട്ടത് അവർ തിരിച്ചു വിളിച്ചു കൊണ്ടുപോയി. സ്തോത്രം. തിരിച്ചു വിളിച്ചു കൊണ്ടുവന്നു. ഇന്ന് രാത്രി യേശുവിന്റെ പേരിൽ ഒരു പടിയെങ്കിലും നീ കേട്ടിട്ടുണ്ടെങ്കിൽ ഇരട്ടി മാന്യത നൽകി മാനിക്കുന്നൊരു ദൈവമുണ്ട്. തലമുറകളായി ഞങ്ങളെ നോക്കി നാട്ടുകാർ ചോദിച്ചു, ഇവരുടെ ഭാവി എന്തോ ആകും, ഇവരുടെ വീടെന്താകും? പിരിച്ച് നാട്ടിലൊക്കെ കയറി വന്നപ്പോൾ എൻ്റെ അപ്പൻ ആര്യം ചെയ്ത കാര്യം വീടിന്റെ പണി ആരംഭിച്ചു. നാട്ടിൽ ചെറുപ്പക്കാർ ചോരത്തിളപ്പുള്ളവർ എൻ്റെ അപ്പൻ്റെ അടുക്ക് വന്നിട്ട് ചോദിച്ചു, അർജുന സാറേ, ശാപം വീണ്ടും വിളിച്ചു വരുത്താൻ വന്നതാണോ? ഇനിയും പണി തുടങ്ങിയ മരണം കാണും. എൻ്റെ അപ്പം പറഞ്ഞു, ഇല്ലടാ, ഇനി പണി തുടങ്ങിയ മരണം കാണുകയില്ല. ആമൻ. പണ്ട് കൂടെ ഒരാൾ പണിയാനില്ലായിരുന്നു, ഇപ്പൊ കൂടെ ഒരാൾ പണിയാനുണ്ടെന്ന്. അവർ ചോദിച്ചു, ഏത് എഞ്ചിനീയറാണ് സാറ് കൊട്ടേഷൻ കൊടുത്തേക്ക്? എൻ്റെ അപ്പം പറഞ്ഞു, എല്ലാ പ്രപഞ്ചം ഉണ്ടാക്കിയ ഒരു എഞ്ചിനീയർ ഉണ്ട്, പുള്ളിക്ക് ഞങ്ങൾ കൊട്ടേഷൻ കൊടുത്തേക്കുക. വീടിന്റെ പണി തുടങ്ങിയച്ചാ. നാട്ടുകാർ നോക്കി, ഇനി എന്നാ മരണം? ഇനി മരണമല്ല, ജീവനും പുനരുത്ഥാനവും ചലിക്കപ്പെടാൻ തുടങ്ങി. ശാപം മുഖത്തെ ദൈവം അടിക്കാൻ തുടങ്ങി യേശുവിന്റെ നാമത്തില്. ആമൻ. ഇന്ന് കൊട്ടാരക്കരയ്ക്ക് സമീപം ഓടനാവട്ട ദേശത്തിലൂടെ നിങ്ങൾ പോയാൽ, ഞാൻ ഒത്തിരി സ്നേഹിക്കുന്ന കർത്താവിന്റെ ദാസൻ ഡെർഫിൻ അച്ഛൻ ഇന്ന് രാത്രിയിലെ യോഗത്തിനകത്ത് വന്നിട്ടുണ്ട്. അച്ഛൻ ഞങ്ങളുടെ വീട്ടിലൊക്കെ വന്നിട്ടുള്ളതാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഓടനാവട്ടത്തെ ഞങ്ങളുടെ ചർച്ചിനകത്ത് വന്ന് അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ ശുശ്രൂഷയൊക്കെ നടത്തിയിട്ടുണ്ട്. ആമൻ. ഇന്ന് ഞങ്ങളുടെ ദേശത്തിനകത്ത് വന്നാൽ തല ഉയർത്തി പിടിച്ചു നിൽക്കുന്ന ഒരു വീട് കാണാൻ കഴിയും. പരിത്യര വന്നിട്ട് അർജുനൻകുട്ടിയുടെ വീട് നിങ്ങൾ ചോദിച്ചാൽ മതി. അവർ പറയും, അർജുനൻകുട്ടിയുടെ വീടല്ല, ലൈവ് പോകുന്ന വാക്കുകളാണ്. ആമൻ. ഇന്ന് രാത്രി ഒന്നും ഇറക്കി പറയാൻ എനിക്ക് നിർവാഹമില്ല, കയറ്റി പറയാനും എനിക്ക് പ്രമാണമില്ല. കാരണം ബൈബിൾ എൻ്റെ മുമ്പിലുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി വാക്കുകളുടെ ഗാംഭീര്യം ഇല്ലാതെ ഞാൻ പറയാം. ഇന്ന് ഞങ്ങളുടെ ദേശത്ത് വന്ന് അർജുനൻകുട്ടിയുടെ വീട് ചോദിച്ചാൽ അവരാദ്യം പറയാം, അർജുനൻകുട്ടിയുടെ വീടല്ല, അർജുനൻകുട്ടിയുടെ ദൈവമോ അവരെ മാനിച്ചു. സ്തോത്രം. അതുപോലെ തല ഉയർത്തി പിടിച്ചു നിൽക്കുന്ന ഒരു വീട് ഞങ്ങൾക്ക് തന്നു. നാട്ടുകാരുടെ അടുത്ത് ചിന്ത, പിള്ളേരെന്താകുമെന്ന. എനിക്ക് മുമ്പ് ഒരു സഹോദരിയുണ്ട്, ഇവളെ ജീവിതം എന്താകും? ഇവളുടെ ശാപം പിടിച്ച വീട്ടിൽ നിന്ന് വന്നതാ, ഇവക്ക് ഭാവി ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞ സ്ഥാനത്തിനകത്ത് ആമൻ ഇവളെ വിദ്യാഭ്യാസം എങ്ങനെ എത്തത്തില്ല, ഇവക്ക് നല്ല ജോലി കിട്ടത്തില്ല എന്ന് പറഞ്ഞ സ്ഥാനത്ത് വലിയ ജോലിയൊന്നും കിട്ടിയില്ല. ജർമ്മനി ഹോസ്പിറ്റലിൽ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുക. ഒരു സ്വതന്ത്രം പറഞ്ഞാട്ടെ. നിന്റെ പിള്ളേരുടെ ഭാവിയല്ലയോ നാട്ടുകാരുടെ ചിന്ത? പെന്തക്കോസി വന്ന എന്റെ അനുഭവത്തെ ഞാൻ പറയാം, മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠമായി മാനിപ്പാൻ ദൈവത്തിന് കഴിവുള്ളവൻ. അടുത്ത നോക്കി ചേച്ചി നോക്കി ചോദ്യം, ഇവിടെ കല്യാണം നടക്കുകയില്ല, ജോലിയൊക്കെ കിട്ടി, അവളങ്ങ് ജർമ്മനി കയറി പോയി, പക്ഷേ ഇവിടെ കല്യാണം നടക്കുകയില്ല എന്ന് പറഞ്ഞ സ്ഥാനത്തിൽ 13 ദിവസം കൊണ്ടൊരു കല്യാണം ദൈവം കൊടുത്തു. ഞങ്ങൾക്ക് കുറെ അമ്മാവന്മാരുണ്ട്. കൊല്ലത്തെ ഏറ്റവും വലിയ ഓഡിറ്റോറിയത്തിൽ വെച്ച കല്യാണം നന്നേ. ആമേൻ. സ്തോത്രം. അതിനകത്ത് 2 അമ്മാവന്മാർ ഫുഡ് കഴിച്ച് പുറത്തോട്ടിറങ്ങുമ്പോൾ അവർ പറഞ്ഞു പോയൊരു വാക്ക്, ഇത്രയും ടേസ്റ്റുള്ള ഫുഡ് നമ്മൾ ഇതുവരെയും കഴിച്ചിട്ടില്ലെന്ന്. നിന്റെ ദൈവം എന്തെന്ന് ചോദിച്ചാൽ തീറ്റിപ്പിച്ച് മാനിക്കുന്നൊരു ദൈവം ഉണ്ട്. സ്തോത്രം പറഞ്ഞാട്ടെ. അടുത്ത ചോദ്യം, ഇവർക്ക് പിള്ളേരുണ്ടാകുകയില്ല. സ്തോത്രം.
കാരണം ശാപം പിടിച്ച വീട്ടിൽ നിന്ന് വന്ന അച്ഛാ വരത്തുപോക്കുള്ള മണ്ണി വീട് വെച്ച് താമസിക്കുന്നവരെ പിള്ളേരുണ്ടാകത്തില്ല എന്ന് പറഞ്ഞ സ്ഥാനത്ത് കല്യാണം കഴിഞ്ഞ് ഏകദേശം 1.5 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ ചേച്ചിക്ക് ദൈവം ഒരു ആൺ സന്തതിയെ കൊടുത്തു. പേര് ജുവാൻ സാം കെന്നത്തുന്ന ഒരു സ്വത്രം പറഞ്ഞാട്ടെ. ഇന്നവൻ 6 വയസ്സുണ്ട്. ആമൻ സ്വത്രം. ഏകദേശം 1.5-2 വർഷം കഴിഞ്ഞപ്പോൾ ഒരു പെൺ സന്തതിയെ കൂടെ ദൈവം കൊടുത്തച്ചാ. പേര് മഹിമാ സാം കെന്നത്തുന്ന ഒരു സ്വത്രം പറഞ്ഞാട്ടെ. ഒരു 2.5 വർഷം കഴിഞ്ഞപ്പോൾ ഒരു പെൺ സന്തതിയും കൂടെ ദൈവം കൊടുത്തു. പേര് മിലാന സാം കെന്നത്തുന്ന ഒരു സ്വത്രം പറഞ്ഞാട്ടെ. ഇപ്പൊ 3 പിള്ളേരുണ്ട് അച്ഛാ. ഇടയ്ക്ക് ചേച്ചി വിളിക്കുമ്പോൾ ഞാൻ പറയും ഇതും കൊണ്ട് നിർത്തണ്ടറി, കുറഞ്ഞത് 6 വേണം. ഒരു ശാപം പിടിച്ച വീട്ടിൽ നിന്ന് പിള്ളേരുണ്ടാകത്തില്ലെന്ന് പറയുന്ന പിശാചേ, ഉദരം ദൈവം തുറക്കുന്ന ദാനമാമേ. ആ ശാപമുഖം ഇന്ന് രാത്രി അടിയട്ടെ. ഉദരത്തിനകത്തുള്ള ചില ശാപമുഖം യേശുവിന്റെ നാമത്തിൽ ആത്മാവിൽ ഇന്ന് രാത്രി ദൂത് സ്വീകരിക്കുന്ന ദൈവമക്കൾ ഉണ്ടെങ്കിൽ പറ. ശാപമുഖം ഇന്ന് രാത്രി അടിയാൻ പോവുക. അന്ധകാര മുഖം ഇന്ന് രാത്രി അടിയാൻ പോവുക. ബന്ധനങ്ങൾ ഇന്ന് രാത്രി അടിയാൻ പോവുക. ദൈവം യേശു അശൂർ എന്ന് പറയുന്ന പാളയത്തെ നോക്കി പറയുക, ഇനി നിന്റെ മുഖം അവൻ ചുമക്കത്തില്ല. അവന്റെ മുഖത്തെ ഞാൻ അടിക്കാൻ പോകുകയാണ്. അവന്റെ മുഖം ഞാൻ അടിക്കാൻ പോകുന്നു. വിശ്വസിക്കുന്നവർ കരകളെ ചോർത്തടിച്ച് ശക്തിയോടെ എല്ലാ ശാപമുഖവും അടിയട്ടെ. ഈ സമയം എന്റെ രോഗങ്ങൾക്കകത്തൊരു പ്രാർത്ഥന എനിക്ക് വേണമെന്ന് പറയുന്നവർ അത് സ്ഥലങ്ങളിൽ നിന്നാ മതി. നിൽക്കുന്ന സ്ഥലത്തിൽ നിന്നുകൊണ്ട് ശബ്ദമുയർത്തി പ്രാർത്ഥിക്കും. എന്റെ രോഗങ്ങളെ ദൈവം സൗഖ്യമാക്കണം.